മാന്യ പ്രേക്ഷകർക്കും കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇടയിലെ ഭൂരിഭാഗം സ്ത്രീകളും ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള പ്രശ്നമായിരിക്കാം എക്സസീവ് യൂട്രൈൻ ബ്ലീഡിംഗ് അഥവാ അമിത ആർത്തവം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമിത ആർത്തവത്തെക്കുറിച്ചാണ്. ഇതിന്റെ കാരണങ്ങളെക്കുറിച്ചും ഇതിന്റെ ചികിത്സാ രീതികളെക്കുറിച്ചുമൊക്കെയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ രമ്യ കൃഷ്ണനാണ്. ഡോക്ടർ ആയുർവേദിക് കൺസൾട്ടന്റ് ആണ്. നമുക്ക് അമിത ആർത്തവത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ചറിയാം. കൂട്ടുകാരിയിലേക്ക് സ്വാഗതം ഡോക്ടർ. ഇപ്പൊ നമ്മൾ അമിത ആർത്തവം എന്ന് പറഞ്ഞു, എല്ലാവർക്കും അറിയാം ഗർഭാശയത്തിൽ നിന്ന് കൂടുതൽ രക്തം പുറത്തേക്ക് പോകുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതലായി നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയാമോ ഡോക്ടർ? അമിത ആർത്തവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഇയേഴ്സ്, അതായത് ആർത്തവ ആരംഭം മുതൽ ആർത്തവ വിരാമം വരെയുള്ള കാലത്ത് ആർത്തവ ചക്രം എന്ന് പറയുന്നത് 28 മുതൽ 32 ദിവസം 35 ദിവസം വരെ നോർമലാണ്. ആ സമയത്ത് ആ 28 ദിവസം കൂടുമ്പോ ബ്ലീഡിംഗ് ഉണ്ടാവുമല്ലോ, അത് നോർമൽ അല്ലാതെ കൂടുതൽ അളവിൽ പോവുക, അതല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങളോളം തുടർന്ന് നിൽക്കുക, ഇതിനെല്ലാം അമിതാർത്തവമായിട്ട് പറയാം. ഇനി ആർത്തവ സമയത്ത് അല്ലാതെ ഉണ്ടാവുന്ന ബ്ലീഡിങ്ങും അമിതാർത്തവത്തിന്റെ വകഭേദത്തിൽപ്പെടും. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതേ കുറിച്ചൊന്ന് പറയാം. അതില് ഗർഭാശയത്തിനകത്തുള്ള അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഗർഭാശയം, അണ്ഡാശയം, അവിടെയുള്ള എല്ലാ അവയവങ്ങളിലും അതിനെ പറ്റുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാതെ അവയ്ക്ക് പുറത്തുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ഈ അമിതാർത്തവം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം രക്തം കട്ട പിടിക്കാതിരിക്കാതെ ഉള്ള ചില രോഗങ്ങൾ, ഹീമോഫീലിയ പോലെയുള്ള ചില രോഗങ്ങൾ, അതുപോലെയുള്ള രോഗങ്ങൾ, പിന്നെ അമിതമായ രക്താതിമർദ്ദം അല്ലെങ്കിൽ BP, ഇതുപോലെയുള്ള കണ്ടീഷൻസ്, പിന്നെ ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഈ അമിതാർത്തവം കാണാറുണ്ട്. പിന്നെ ഗർഭാശയത്തിലും അണ്ഡാശയത്തിലും ഉണ്ടാവുന്ന പലവിധ അസുഖങ്ങൾ. ഇപ്പൊ ഓരോ പ്രായത്തിലും ഈ എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പൊ കൗമാരപ്രായത്തിൽ ഉണ്ടാവുന്ന ബ്ലീഡിങ്ങിന്റെ പ്രശ്നമായിരിക്കത്തില്ല ഇപ്പൊ കുറച്ചും കൂടെ മെനോപോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേജസിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഓരോ പ്രായത്തിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? കൗമാരപ്രായത്തിൽ എന്ന് പറയുമ്പോൾ മെനാർക്ക്, അതായത് ആർത്തവം തുടങ്ങുന്ന ആർത്തവാരംഭം. അപ്പൊ അവിടെ ഈ തലച്ചോറിനകത്തുള്ള ഹൈപ്പോതലാമസ്, പിന്നെ പിറ്റ്യൂട്ടറി, പിന്നെ അണ്ഡാശയം, ഇത് മൂന്നും തമ്മിലുള്ള ഒരു സിഗ്നലിംഗിന്റെ ഫലമായിട്ടാണ് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ 2 ഹോർമോണുകൾ പ്രധാനമായിട്ടും സ്ത്രീകളിൽ ഉൽപ്പാദിക്കപ്പെടുകയും അതിന്റെ ഫലമായിട്ടാണ് ആർത്തവചക്രം തുടങ്ങുന്നത്. അപ്പൊ ഇതൊരു മെച്യൂരിറ്റി എത്താനുള്ള ഒരു താമസമുണ്ട്. ഇത് കുറച്ച് മെച്യൂർഡ് ആയി തുടങ്ങുമ്പോൾ തന്നെ ആർത്തവം തുടങ്ങും. അതിനെയാണ് മെനാർക്ക് എന്ന് പറയുന്നത്. ഇത് ഫുള്ളായിട്ട് മെച്യൂരിറ്റി എടുക്കാൻ ഒരു 3-4 വർഷങ്ങൾ, ചിലപ്പോൾ അതിൽ കൂടുതലും എടുത്തു എന്ന് വരാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ചിലപ്പോ അമിത ആർത്തവം പോലെയുള്ള പ്രശ്നങ്ങൾ, അതാണ് ഈ കൗമാരപ്രായക്കാരിൽ പ്രധാനമായിട്ടും ഇമ്മെച്യൂർ ആയിട്ടുള്ള ഈ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അണ്ഡാശയം, അതിന്റെ താളക്രമത്തിലുള്ള വ്യതിയാനം. അത് നമുക്ക് അബ്നോർമൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് മെച്യൂർഡ് ആവാനുള്ള കാല താമസമുണ്ട്. അത് പ്രകൃതി തന്നെ ശരിയാക്കിക്കോളും. അപ്പൊ അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് ആ പ്രായത്തിൽ പ്രധാനമായിട്ടും. അപ്പോൾ ഉൽപാദനവും നടക്കില്ല, ഓവുലേഷൻ നടക്കില്ല. അങ്ങനെയുള്ള സൈക്കിൾസ് ആണ് ഈ മെനോറാജിയ അല്ലെങ്കിൽ അമിതാർത്തവത്തിന് കാരണം. ഇപ്പോ 20 തൊട്ട് 35 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ യൂട്രൈൻ സംബന്ധമായ അസുഖങ്ങൾ വരുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് ഉള്ള ബ്ലീഡിങ്ങിന്റെ കാരണങ്ങൾ, അതിനെ കുറിച്ചൊന്ന് പറയാം. 20 മുതൽ ഡോക്ടർ, നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഹലോ. ഹലോ, നമസ്കാരം. കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ശൈലജ. എവിടെ നിന്ന് വിളിക്കുന്നു? സംസാരിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ വിളിക്കുന്നത്. എന്റെ അമ്മയ്ക്ക് മാസത്തില് 3 തവണ ഇതുവരെ ആർത്തവം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇങ്ങനെ ആർത്തവം ഉണ്ടായപ്പോൾ ബ്ലീഡിങ് അമിതമായപ്പോൾ ഇങ്ങനെ എന്തുവാ യൂട്രസ് പിന്നെ എന്തുവാ സ്കാൻ ചെയ്ത്, അപ്പൊ അത് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞ് മെഡിസിൻ കഴിച്ചിട്ട് അത് ഇങ്ങനെ എന്താ ആഹാരം നന്നായി കഴിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്റെ അമ്മ നന്നായി ക്ഷീണിക്കുകയാണ്. എത്ര വയസ്സുണ്ടോ അമ്മയ്ക്ക്? ഇപ്പം 48 വയസ്സുണ്ട്. 48 വയസ്സുണ്ട്. ഇപ്പൊ ഇത്തവണ വന്നപ്പോഴും 3 പ്രാവശ്യം വന്നോ മാസത്തിൽ? എല്ലാ തവണയും, അതായത് ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2-3 മാസം. അത് അലോപ്പതി മെഡിസിൻ ആണോ കഴിച്ചത് അതോ ആയുർവേദമാണോ? അലോപ്പതിയാണ് കഴിച്ചത്. അപ്പൊ ഇതിപ്പോ ശരിയായ കാരണം എന്താന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം, സ്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല, അത് ആർത്തവം വിരാമം സംഭവിക്കുന്നതിന് വേണ്ടി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഹോർമോൺ വ്യതിയാനം കൊണ്ട് സംഭവിച്ചത് തന്നെയായിരിക്കും. ഗർഭാശയത്തിനകത്തുള്ള രക്തപാളി കട്ടി കൂടിയിട്ടുണ്ടായതായിരിക്കും.
അപ്പൊ അതിന് ആയുർവേദത്തില് ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അത് നല്ലൊരു ഡോക്ടറിനെ കണ്ടിട്ട് അതിനെന്താന്ന് വെച്ചാൽ അത് പൂർണ്ണമായും പരിഹരിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അല്ല, ഇത് ചികിത്സിച്ചില്ലെങ്കിൽ ഒരു പക്ഷെ അത് കട്ടികൂടി വേറെ പ്രശ്നങ്ങൾ, ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ ഒരു 3-4-5 വർഷങ്ങൾ കഴിയുമ്പോൾ വരാം. പിന്നെ വിളർച്ചയും വരാം. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണണം കേട്ടോ. ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് 20 മുതൽ 35 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ പറയാം. 20 മുതൽ 35 വയസ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും റീപ്രൊഡക്റ്റീവ് ഇയേഴ്സ് എന്ന് പറയും. അതായത് കുട്ടികൾ ഉണ്ടാവുന്ന കുട്ടികൾ ഉണ്ടാവുന്ന പ്രായമാണ്. അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതലും സിസ്റ്റുകൾ പോലെ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ഒരു കാരണമാണ് പ്രധാനമായും. അതായത് ഓവറിയില് സിസ്റ്റുകൾ, കൊച്ചു സിസ്റ്റുകൾ ഉണ്ടാവും. കൊച്ചു ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത്, അതായത് നമ്മുടെ അണ്ടം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആദ്യം ഓവറിയിൽ ഒരുപാട് ഫോളിക്കിൾസ് ഉണ്ടാവും. ആ ഫോളിക്കിൾസ് എല്ലാവരിലും 20 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടായി തുടങ്ങും. അപ്പൊ അതിൽ കുറച്ച് ഫോളിക്കിൾസ് നിന്ന് ഒരെണ്ണം മാത്രം സെലക്റ്റഡ് ആവും. ഒരെണ്ണം എടുത്തിട്ട് അത് ഡോമിനന്റ് ആവും, അത് വളർന്നു വരും. അതാണ് പിന്നീട് അണ്ടമായി മാറുന്നത്. അപ്പൊ ഇതിനു വേണ്ടി പല ഹോർമോണുകളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈസ്ട്രോജൻ ആണ് പ്രധാനമായിട്ടും ഈ അണ്ടോൽപാദനത്തിന് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇത് ഒരെണ്ണം ഡോമിനന്റ് ആവാതെ വരികയാണെങ്കിൽ നാച്ചുറലി എല്ലാം കൂടെ ഒരുമിച്ച് വളരാൻ തുടങ്ങും. അതായത് ബാക്കിയുള്ള ഫോളിക്കിൾസും ഇതും എല്ലാം കൂടെ വളരാൻ തുടങ്ങുമ്പോൾ അതെല്ലാം സിസ്റ്റുകളായി മാറും. നമുക്ക് സിസ്റ്റുകളെ കുറിച്ച് സംസാരിക്കാൻ ഡോക്ടർ നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ 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 ഹലോ, നമസ്കാരം. കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. കാഞ്ഞങ്ങാട് രാധാറിനെ വിളിക്കുന്നതാണ്. സംസാരിച്ചോളൂ ഡോക്ടറോട്. എനിക്ക് 40 വയസ്സുണ്ട് ഡോക്ടറെ. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് ഡോക്ടർ സ്കാനിങ് ചെയ്തു. സ്കാനിങ്ങിൽ കുറച്ചുണ്ട് പറഞ്ഞു ഡോക്ടർ. പിന്നെ പാസ്മിയർ ചെയ്തു. സ്മിയറിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അതിന്റെ റിപ്പോർട്ട് എന്താണ്? താഴെ എഴുതി കാണുമല്ലോ, പാപ്സ്മിയർ റിപ്പോർട്ട്. യൂട്രസ് അങ്ങനെ ബൾക്കി യൂട്രസ് അങ്ങനെ യൂട്രസ് എന്ന് പറഞ്ഞു. പക്ഷെ ഇടക്കിടക്ക് തന്നെ യൂട്രസ് കട്ടിയായിട്ട് ബ്ലീഡിങ് വരുന്നത്. പിന്നെ അത് വന്നാൽ നിൽക്കുന്നേ ഇല്ല. ചില സമയത്ത് ഇങ്ങനെ ഫ്ലോട്ട് ആയിട്ട് പോകുന്നത്. ശരി. പിന്നെ അപ്പൊ ഡോക്ടർ പറഞ്ഞു അധികം ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പൗസ്മിയ ടാബ്ലറ്റ് കഴിച്ചാൽ മതി പറഞ്ഞു എന്നോട്. അതിപ്പോ 3 ദിവസം ഞാൻ കഴിച്ചു, എന്നിട്ട് ഒരു കുറവുമില്ല. കുറേ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നു. ഇടക്കിടക്ക് ഫ്ലോട്ടായിട്ട് പോകുന്നു. അതും ഫ്ലോട്ടായിട്ട്. എത്ര വയസ്സാണ്? ഇപ്പൊ എനിക്ക് 42 വയസ്സ്. ഓക്കെ. അപ്പം ഇതിപ്പം എൻഡോമെട്രിയൽ തിക്കണിങ് കൂടിയിട്ട്, അതായത് ഗർഭാശയത്തിനകത്തുള്ള രക്തപാളി കട്ടി കൂടി വരുന്ന ഒരവസ്ഥയാണ്. അതായത് അണ്ടോൽപാദനം നടക്കുന്നില്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് അണ്ടോൽപാദനം നടന്നു കഴിഞ്ഞിട്ട് വേറൊരു ഹോർമോൺ ഉണ്ടാവാനുണ്ട്. ആ ഹോർമോൺ ആണ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യണത്, പിരിഡിനെല്ലാം. അപ്പൊ ആ ഹോർമോൺ ഉണ്ടാവുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അണ്ടോൽപാദനവും നടക്കുന്നില്ല. അതിന്റെ ഫലമായിട്ട് എൻഡോമെട്രിയം ഇങ്ങനെ കട്ടികൂടി വരികയാണ്. അതിനെയാണ് മെട്രോപതിയ ഹെമറാജിക്ക എന്ന് പറയും, ഹൈപ്പർ ട്രോഫി ഓഫ് എൻഡോമെട്രിയം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ അതിനും പൂർണ്ണമായിട്ട് ചികിത്സിക്കാവുന്നതേ ഉള്ളൂ. പൂർണ്ണമായിട്ട് ചികിത്സയുണ്ട് ഇതിനും, ആയുർവേദത്തിലുണ്ട് ചികിത്സ. ശരി. അപ്പൊ ഒരു കാര്യമുള്ളത്, രണ്ടും കൂടെ ചെയ്യുന്നത് ശരിയാവില്ല. അപ്പൊ അലോപ്പതി ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായും അലോപ്പതി തന്നെ ചെയ്യാം. ആയുർവേദമാണെങ്കിൽ, കാരണം രണ്ടിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ചികിത്സാ രീതി വ്യത്യസ്തമാണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായിട്ടും ചെയ്യായിരിക്കും നല്ലത്. ബ്ലീഡിങ് എന്താ നിൽക്കുന്നില്ല. എത്ര കഴിവാനും ഗുളിക കഴിക്കുമ്പോഴും ഒന്നുമില്ല. കുറെ ദിവസം നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സ്മിയറിൽ ഒന്നുമില്ലാന്ന് പറഞ്ഞു, ഫാസ്റ്റ് സ്മിയറിൽ. അപ്പൊ ഗർഭാശയത്തിലെ ക്യാൻസർ അംഗം ഉണ്ടല്ലോ ഡോക്ടർ, അങ്ങനെ അതല്ലേ? അത് ഉടനെ ഉണ്ടാവും എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അങ്ങനത്തെ സാധ്യതകൾ വരാൻ ചാൻസ് ഉണ്ട്. ശരി. ഓക്കെ, വിളിച്ചതിന് നന്ദി. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, ഇന്നുള്ള 80% സ്ത്രീകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് PCOD അഥവാ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, സിസ്റ്റ് ഫോം ചെയ്യുക. നമ്മൾ അതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ കാരണങ്ങൾ എന്താണ്? ഈ ഒരു കാലഘട്ടത്തിൽ ഇത് കൂടാനുള്ള കാരണം എന്താണ്? പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നതെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ചെറിയ കുട്ടികൾ പോലും ഇത് കാണാനുള്ള കാരണം? ഒരുപാട്. നമുക്ക് ഡോക്ടർ, നമുക്ക് അതിന് മുമ്പ് ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം. കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? ഡോക്ടർ, ഞാൻ സാലി ജോസഫ് എന്ന് പറഞ്ഞേ. എവിടെ വിളിക്കുന്നു? കോഴിക്കോട്. സംസാരിച്ചോളൂ ഡോക്ടറോട്. എനിക്ക് 36 വയസ്സുണ്ടേ. അപ്പം ഞാൻ ഇത്ര നാളും ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്, ഹൗസ് മെയ്ഡ് ആയിട്ടാണ്. അപ്പം അവിടുന്ന് ഞാൻ നല്ല എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ പ്രായത്തിൽ കവിഞ്ഞുള്ള 35 വയസ്സ് കവിഞ്ഞുള്ള എക്സസൈസുകളൊക്കെ ഞാൻ ചെയ്യും. ഓട്ടം, ചാട്ടം, അതായത് തല കുത്തി നിൽക്കുന്ന അത്ര വരെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് തടി കൂടുന്നു, വയറ് ചാടി, എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ട്. പീരിയഡ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ടുണ്ടോ?
പീരീഡ് ഉണ്ട്. അതിപ്പം അവിടെ ആയിരുന്നപ്പോ കൃത്യമായി ഉണ്ടായിരുന്നു. അതായത് ശരിക്കും 6 ദിവസം 7 ദിവസം ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ അത് ചില മാസങ്ങളില് 1.5 മാസം ആവുന്നുണ്ട്, പിന്നെ 2-3 ദിവസം കൊണ്ട് വേഗം നിക്കുന്ന പോലെ. കുട്ടികളൊക്കെ കുട്ടി വലുതായത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ശരി, ഓക്കെ. അപ്പൊ ഇതും കാര്യമായിട്ട് തന്നെ നോക്കേണ്ടതാണ്, കാരണം ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ് കാരണം. അപ്പൊ ഇപ്പൊ ചിലപ്പോ സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന പോളിസിസ്റ്റിക് ഓവറി ആവാനും സാധ്യതയുണ്ട്. അത് കാരണം അതിലാണ് ഈ വണ്ണം വെക്കൽ, അതുപോലെ അവിടെ ഇവിടെ രോമ വളർച്ച അങ്ങനെയെല്ലാം ഉണ്ടോ? രോമം എനിക്ക് സ്വതവേ ഉണ്ട്, കാലിനൊക്കെ രോമം ഉണ്ട്. കാലിലല്ല, അല്ലാതെയുള്ള വേറെ മുൻപ് ഉണ്ടാവാത്ത ഇടങ്ങളിലുള്ള രോമം. അപ്പൊ എന്തായാലും അത് ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് നോക്കലോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കിയാലോ. ഞാൻ ഏത് ഡോക്ടറെ കാണണ്ടേ? ഇപ്പം ആയുർവേദത്തിലാണെങ്കിൽ ഇതിന് പരിഹാരമുണ്ട്. ഞാൻ ഇതുവരെ ഡോക്ടറിനെ കണ്ടിട്ടില്ല. ശരി, എന്തായാലും ഡോക്ടറെ കാണേണ്ട പ്രശ്നം തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഏത് വിഭാഗത്തിലുള്ള ഡോക്ടറെ കാണണ്ടേ? ഗൈനക്കോളജിസ്റ്റിനെ തന്നെയാണ് കാണേണ്ടത്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? നമസ്കാരം, വടക്കാഞ്ചേരിയിൽ നിന്ന് ഷെരീഫാണ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ഞാൻ 39 വയസ്സുള്ള ആളാണ്. എനിക്ക് 2-4 വർഷമായിട്ട് ഇങ്ങനെ മെൻസസിന്റെ ടൈമില് ഭയങ്കര വയറുവേദന. ഇങ്ങനെ കിടപ്പന്നായിരിക്കും. അപ്പൊ ഇപ്പൊ എത്ര വയസ്സാണ്? 39. കുട്ടികളൊക്കെ ഉണ്ട്? കുട്ടികള് 2 ഒരാള് 20-21 വയസ്സ്. അതിപ്പോ തുടങ്ങിയതാണ്? അതെ, 4-5 വർഷമായിട്ട് കുറെ നല്ല സഹിക്കാൻ പറ്റാത്ത വേദനയായിട്ടുണ്ട്. മെൻസസ് ആയി കഴിയുമ്പോഴും ഉണ്ടോ അതോ ആവുമ്പോ മാറും? അതല്ല, ഒരു 5-6 മണിക്കൂർ നേരം കഴിയുമ്പോഴും ഉണ്ട്. 5-6 മണിക്കൂറോളം സമയം. ബ്ലീഡിങ് എങ്ങനെയുണ്ട്? ബ്ലീഡിങ് കുഴപ്പമില്ല, നോർമലാണ്. ഈ വയറുവേദന ഉള്ളപ്പോ മാത്രം ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പം ഗുളികയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും കഴിക്കില്ല, എപ്പോഴെങ്കിലും തീരെ സഹിക്കാൻ പറ്റാതാകുമ്പോ കഴിച്ചു കഴിഞ്ഞാല് ബ്ലീഡിങ് നിൽക്കും. പിന്നെ വേദനയോട് കൂടെ മാത്രമേ ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഡോക്ടറെ കണ്ടിരുന്നു, ഞാനിപ്പോ മെഡിക്കൽ കോളേജിലത്തെ ഒരു ഡോക്ടറെ കണ്ടിരുന്നു. അപ്പൊ പാസ്മിയർ ടെസ്റ്റ് നടത്തി, സ്കാനിങ് ടെസ്റ്റ് നടത്തി. പാസ്മിയർ ടെസ്റ്റിൽ ഇങ്ങനെ ഇൻഫ്ലമേറ്ററി സ്മിയർ കാണിച്ചു. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ നിങ്ങള് വേദനയ്ക്കുള്ള മരുന്ന് മാത്രം കഴിച്ചാൽ മതി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. അതിന് മുന്നേ തൃശ്ശൂര് പ്രൈവറ്റ് ഡോക്ടറെ കാണിച്ചിരുന്നു. ഇങ്ങനെ സ്കാൻ ചെയ്തപ്പോ അതില് ഇങ്ങനെ ഇതാണ് തടിപ്പുണ്ട്, കുറച്ച് ബൾക്കായിട്ട് ഇരിക്കുന്ന യൂട്രസ്. അപ്പൊ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിച്ചത്. അപ്പൊ അവര് പറഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ വേദനയ്ക്ക് തൽക്കാലം മെഫ്താൽ സ്പാസ് എന്ന് പറഞ്ഞ SPAC ആ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. നല്ല വേദന ഉള്ളപ്പോ ആ മരുന്ന് കഴിക്കും. ഇതിപ്പം വേദനയ്ക്ക് ഈ വേദന സംഹാരി ഗുളിക കഴിക്കാതെ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആയുർവേദത്തിൽ അതിനേക്കാളും കുറച്ചും കൂടെ ഹെൽത്തി ആയ രീതിയിലുള്ള ശമനം ഉണ്ട്. ഞാൻ അലർജി ഡോക്ടറെ കണ്ടുന്നുണ്ട്, എനിക്ക് ആസ്മയുടെ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് രണ്ടും കൂടെ പറ്റില്ല, ഈ ആസ്മ ഒന്ന് കൺട്രോൾ ആവട്ടെ, അതിന് ശേഷം എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞത്. ശരി, എന്തായാലും ആയുർവേദത്തില് ഇതിന് ചികിത്സയുണ്ട്. ഇപ്പൊ തൽക്കാലം ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ജീവിത രീതിയിൽ ചുക്കും മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. അത് കുടിക്കുമ്പോ ചുക്കും മല്ലിയും കൂടെ ഇട്ട് തിളപ്പിച്ച വെള്ളം എല്ലാ സമയത്തും ആ വെള്ളം തന്നെ ഡെയിലി ആ വെള്ളം ഉപയോഗിച്ച് നോക്കും. എന്തായാലും അത് ഒക്കെ ശരിയാക്കാനായിട്ടാണ്. എന്നുവെച്ചാൽ ആർത്തവത്തിന്റെ ഗതിയെല്ലാം നേരെയാക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഇത് മാറിന്ന് വരും. ചില ദിവസങ്ങളിൽ ഇങ്ങനെ 45 ദിവസമൊക്കെ നിൽക്കാറുണ്ട്. ഇപ്പൊ ഒരു വർഷമായിട്ട് റെഗുലർ ആയിട്ട് ശരിക്കും വരുന്നുണ്ട്, എന്നാലും വേദനയ്ക്ക് കുറവൊന്നും. അപ്പൊ ഇത് ചെയ്താൽ മതി തൽക്കാലം. പക്ഷെ നിൽക്കുന്നില്ലെങ്കിൽ മരുന്ന് ആവശ്യമായിട്ട് വരും. എത്ര മാസമൊക്കെ കഴിക്കേണ്ടി വരും ആയുർവേദത്തിലാണ്? ഒരു പഥ്യത്തോടെ ഒരു മാസം തന്നെ കഴിക്കുമ്പോ തന്നെ പൂർണ്ണമായി ശമിച്ചു. ഓക്കെ, താങ്ക് യു. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന PCOD കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ, അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറയാം. ഇപ്പം ഇതിന്ന് ഒരു ഓവം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ അണ്ടോൽപാദനത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യണം. അപ്പൊ അതിന് പകരമായിട്ട് പുരുഷ ഹോർമോണുകൾ കൂടുതലായി ഉണ്ടാവും. ആൻഡ്രോജൻസ് എന്ന് പറഞ്ഞാൽ പുരുഷ ഹോർമോണുകൾ കൂടുതലായി ഉണ്ടാവുന്ന വ്യക്തികൾക്ക് ഇത് ഈസ്ട്രോജൻ താരതമ്യേന കുറഞ്ഞു വരും. അങ്ങനെ വരുമ്പോൾ അണ്ടോൽപാദനം നേരെ നടക്കില്ല. അണ്ടോൽപാദനം നേരെ നടന്നില്ലെങ്കിൽ ഈ ബാക്കിയുള്ള ഫോളിക്കിൾസ് എല്ലാം കൂടെ വളർന്ന് സിസ്റ്റായി മാറും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ PCOD ഉണ്ടാവുന്നത്, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. എല്ലാ ഫോളിക്കിൾസും സിസ്റ്റായി മാറുകയാണ് ചെയ്യുന്നത്.
അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് കൂടുതലായിട്ട് വരാനുള്ള കാരണം? അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠനങ്ങളോ അങ്ങനെ എന്തെങ്കിലും? അത് ഞാനിപ്പം എന്റെ ഒരു ഒബ്സർവേഷന് ഞാൻ മനസ്സിലാക്കിയത് ഈ ആഹാരത്തിലുള്ള ഈ അഡോളസെന്റ് ഏജിൽ മെയിൻ ആയിട്ട് ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും പിന്നെ കോള സംസ്കാരവും പിന്നെ അതുപോലെ തന്നെ എല്ലാം ഒരു തെറ്റായ ആഹാര രീതിയിൽ, പാശ്ചാത്യ ആഹാര രീതിയിലേക്ക് മുഴുവനായി പോയിരിക്കുന്ന ഒരു ആഹാര രീതി ഹോർമോണൽ ഇംബാലൻസിലേക്ക് നയിക്കുക, അങ്ങനെയാണോ അതിന്റെ പ്രശ്നങ്ങൾ വരുന്നത്? ഒരു പ്രധാന കാരണമാണ്. കൂടാതെ പിന്നെ വ്യായാമം ഇല്ലായ്മ വേറൊരു കാരണമാണ്. ഫാറ്റ് ഡെപ്പോസിഷന്റെ കൂടുതലുണ്ട്. ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് പ്രത്യേകിച്ചും വയറിന് ചുറ്റും ഫാറ്റ് ഡെപ്പോസിറ്റ് വരിക, പിന്നെ അതെല്ലാം പ്രധാനമായിട്ടും ഈ PCODക്ക് ഒരു കാരണമാണ്. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കിയിട്ട് അണ്ടോൽപാദനം നടക്കാതിരിക്കാനുള്ള ഒരു കാരണമാണ്. മറ്റെന്തെല്ലാം കാരണങ്ങളാണ് ഈ 20 മുതൽ 35 വയസ്സ് വരെ നമ്മളൊരു കാലഘട്ടം പറഞ്ഞു, മറ്റെന്ത് കാരണങ്ങളാണ്? ഇതിപ്പോ കൂടുതലും 30 വയസ്സിൽ താഴെയാണ് ഈ PCOD കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അത് കൂടാതെ ഈ പോളിപ്പുകൾ യൂട്രസിൽ കാണുന്ന കൊച്ചു കൊച്ചു പോളിപ്സ് എന്ന് പറയും, ഒരു വാലോട് കൂടിയ തടിപ്പുകൾ, പിന്നെ ഫൈബ്രോയിഡുകൾ, പിന്നെ കട്ടികൾ. അതെ, പിന്നെ എൻഡോമെട്രിയം എന്തെങ്കിലും ഇൻഫെക്ഷൻ വരിക, അതായത് എൻഡോമെട്രിയം എന്ന് വെച്ചാൽ ഗർഭാശയത്തിനകത്തുള്ള രക്തപാളി, അതിനെയാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അതിനൊരു കട്ടി കൂടുതലായി വരിക. അതിപ്പോ വിളിച്ച ഒരു 2 പേർക്കും എൻഡോമെട്രിയൽ ഹൈപ്പോപ്ലേഷിയാണ്, അതായത് അബ്നോർമൽ തിക്കനിങ്, കൂടുതലായിട്ട് തിക്കനിങ് വരിക, തടിപ്പ് കൂടി വരിക, പിന്നെ ഇൻഫെക്ഷൻ. നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ചേച്ചി ടിവിയുടെ വോളിയം കുറച്ച് വെക്കുക. എന്നിട്ട് ഫോണിലൂടെ സംസാരിച്ചോളൂ. പേരെന്താണ്? അർച്ചന. സംസാരിച്ചോളൂ ഡോക്ടറോട്. മാഡം, എനിക്ക് പോളിസിസ്റ്റിക് ഓവറീസ് ഉണ്ടായിരുന്നു. 3 മാസമായിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു ഞാന്. ഇപ്പം 1.5 ഇയർ കഴിഞ്ഞു മാരേജ് കഴിഞ്ഞിട്ട്. ഇപ്പൊ വന്നിട്ട് പ്രഗ്നൻസി ഉണ്ട് 2 മാസമായിട്ട്. അപ്പൊ ഇനി എന്തെങ്കിലും കുഴപ്പം വരുമോ അതിലെന്ന് അറിയാൻ വിളിച്ചതാ. ഇപ്പൊ പ്രഗ്നൻസി കൺഫേംഡ് ആണ്? കൺഫേംഡ് ആണ്. സ്കാനിങ് ഒക്കെ എടുത്തു, പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ശരി. അപ്പൊ ഇപ്പൊ വേറെ ഹോർമോൺ ടാബ്ലറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഹോർമോൺ ടാബ്ലറ്റ്സ് ഒന്നും ഒക്കെ ഇപ്പൊ നോർമൽ ആണെന്നാ പറഞ്ഞത്. വേറെ പ്രൊജസ്ട്രോൺ ഗുളിക അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇഞ്ചക്ഷൻ ഒന്നും ഇല്ലല്ലോ? ഒന്നും ഇല്ല. ഇപ്പൊ സാധാരണ ഇപ്പൊ ഇന്നലെ ഞാൻ സ്കാൻ എടുത്തപ്പോ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അവര്. എന്നാലും അവര് റെസ്റ്റിലിരിക്കാൻ പറഞ്ഞു. ഗ്ലൈസിസൈസാ കഴിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അതിന് കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇനി അതില് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവൂന്ന് അറിയാൻ പറ്റും. ഇതിപ്പോ PCODയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇത് പ്രഗ്നൻസി യാതൊരു പ്രോബ്ലവും ഇല്ലാതെ 100% സേഫ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ആയുർവേദ മരുന്നുകളുണ്ട്. ഏർലി സ്റ്റേജിൽ തന്നെ കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് പ്രഗ്നൻസി കൊണ്ടുപോകാം. അപ്പൊ അത് ഒരു ഡോക്ടറിനെ കണ്ട് നേരിട്ട് ചെയ്യായിരിക്കും നല്ലത്. ഓക്കെ അർച്ചന, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇൻഫെക്ഷൻസിനെ കുറിച്ചൊക്കെ. മറ്റെന്തെല്ലാം കാരണങ്ങളാണ്? പിന്നെ ഇതൊരു കാരണമാണ് എൻഡോമെട്രിയത്തിൽ വരുന്നത്. പിന്നെ വേറൊരു പ്രധാന കാരണം എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയും. അതിനെ കുറിച്ചൊന്ന് പറയാമോ? എൻഡോമെട്രിയോസിസ് ഇന്നിപ്പോ ഒരു വലിയ പ്രശ്നമാണ്. PCOD ഒരുപക്ഷെ PCODയുടെ അത്ര തന്നെ പ്രധാനമായിക്കൊണ്ടിരിക്കുകയാണ്, വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് എൻഡോമെട്രിയോസിസ് അവസ്ഥയാണ്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ എൻഡോമെട്രിയം എന്ന് പറയുന്നത് യൂഷ്വലി ഗർഭാശയത്തിനകത്ത് ഉണ്ടാവുന്ന രക്തപാളിയാണ്. അത് ഗർഭാശയത്തിനകത്തല്ലാതെ വേറെ സ്ഥലങ്ങളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുക. അതിനെയാണ് എക്ടോപിക് എൻഡോമെട്രിയം എന്ന് പറയും. അതാണ് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെ വളരെയധികം പെയിൻഫുൾ ആയിരിക്കും. മെൻസസ് തുടങ്ങിയ പെയിൻ തുടങ്ങും, പിന്നെ മെൻസസ് തുടങ്ങി കഴിഞ്ഞാൽ പെയിൻ തീരില്ല. അതാണ് അതിന്റെ പ്രത്യേകത. സാധാരണ മറ്റുള്ള മെൻസസ് തുടങ്ങി കഴിയുമ്പോൾ പെയിൻ കുറയും. ഇത് എൻഡോമെട്രിയോസിസ് ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ മെൻസസ് തുടങ്ങി കഴിഞ്ഞാലും 2-3 ദിവസത്തോളം നല്ല ശക്തമായ വേദന, സഹിക്കാൻ പറ്റാത്ത വേദനകളായിരിക്കും, ബ്ലീഡിങ്ങും കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്ത് നോക്കി ഇതാണോ അല്ല എന്ന് ഉറപ്പുവരുത്തണം. ഡോക്ടർ, നമുക്കിനി ഒരു ഇടവേളയുണ്ട്. കൂട്ടുകാരിയിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂട്ടുകാരി വീണ്ടും തുടരും. വീണ്ടും സ്വാഗതം കൂട്ടുകാരിയിലേക്ക്. ഇപ്പോൾ വളരെയധികം ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ, ആർത്തവ വിരാമത്തിന് തൊട്ട് മുൻപുള്ള ഒരു സമയം. ഈ സമയത്ത് പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ആർത്തവ വിരാമത്തിന് തൊട്ട് മുമ്പുള്ള സമയം എന്ന് പറയുമ്പോൾ ആർത്തവം തുടങ്ങുന്ന അതേപോലെ ഉള്ള കാലഘട്ടം തന്നെയാണ്. കാരണം ഹോർമോണുകളിൽ ഒരുപാട് ഏറ്റക്കുറച്ചിൽ, പ്രത്യേകിച്ചും ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ക്ഷയിച്ചുകൊണ്ടുവരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈസ്ട്രോജന്റേതായ പ്രവർത്തനങ്ങൾ, അണ്ടോൽപാദനം പോലെയുള്ളതൊക്കെ പ്രധാനമായിട്ട് ഈസ്ട്രോജൻ ആണ് ചെയ്യണത്. അപ്പോൾ അണ്ടോൽപാദനം നേരെ നടക്കില്ല. അതിന്റെ ഫലമായിട്ട് അണ്ടോൽപാദനത്തിന് ശേഷം ഉൽപ്പാദിക്കപ്പെടേണ്ട ചില
ഹോർമോണുകളുണ്ട്, പ്രൊജസ്ട്രോൺ പോലെ, അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ എൻഡോമെട്രിയം കട്ടി കൂടി വരാം. അപ്പൊ അതിന്റെ ഫലമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാം. ഡോക്ടർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിന് ശേഷം തിരിച്ചു വരാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ തിരുവല്ലയിൽ നിന്നാണ്. എന്താണ് പേര്? എന്റെ വാക്ക് വേണ്ടിയാ. ആന്റി ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? ആന്റി ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിലൂടെ സംസാരിച്ചോളൂ. ആൾക്ക് പിന്നെ 37 വയസ്സുണ്ട്. ഇതുവരെ മക്കളൊന്നുമില്ല. അപ്പം പിന്നെ ഒരു പ്രാവശ്യം 5 വർഷം കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ഗർഭിണിയായി. അത് ട്യൂബിലായിരുന്നു. അത് പിന്നെ ഈ ബ്ലീഡിങ് വന്നപ്പോൾ അതങ്ങ് ഓപ്പറേഷൻ ചെയ്ത് അങ്ങ് വെളിയിലായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് അതങ്ങ് പോയി. അതിനുശേഷം ഇതുവരെയും കുട്ടികളൊന്നുമില്ല. അവർക്കും പിന്നെ ഈ ഫൈബ്രോയിഡിന്റെ പിന്നെ വളർച്ചയുണ്ട്. അപ്പൊ അതിന് അപ്പൊ ഹോമിയോ മരുന്ന് ആദ്യം ഈ കുട്ടികൾ ഉണ്ടാകാതിരുന്നതിന് ഒരുപാട് ചികിത്സ, ഹോർമോൺ കഴിച്ച് ഇവിടെ വളരെ തടിച്ചു കഴിഞ്ഞപ്പോൾ അത് പിന്നീട് അതും ഒരു പ്രോബ്ലമായി. അപ്പം തടി കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ അവധിക്ക് വന്നപ്പോൾ ഞാൻ ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ച് പിന്നെ അദ്ദേഹത്തിന്റെ ചികിത്സയിൽ ഒത്തിരി ഈ പിന്നെ വണ്ണമൊക്കെ ഒന്നും കുറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് പിന്നെ ആന്റിബയോട്ടിക് എടുത്തു. ആന്റിബയോട്ടിക് എടുത്തപ്പം വീണ്ടും അവക്ക് കുടലിന് പൊട്ടലോ ഏതോ ഉണ്ടായിട്ട് അങ്ങ് പിന്നെ വല്ലാത്ത അസുഖം ഉണ്ടായി. അതുകൊണ്ടായി ഇത് എന്താ ഈ പിന്നെ ഇതിന്റെ ദഹന കേടായിട്ട് ഇപ്പൊ മെൻസസിന് പ്രോബ്ലം ഉണ്ടോ? ഇപ്പൊ മെൻസസ് ഉണ്ടെങ്കിലും ചിലപ്പോ കട്ടിയായിട്ട് അങ്ങ് പോകും. കട്ടിയായിട്ട് പോകുന്നുണ്ട്. 1-2 ദിവസത്തേക്ക് പെയിൻ ഉണ്ട്. ഈ ഇത് കഴിഞ്ഞാൽ തന്നെ ശകലിച്ച് അവിടെ പാഡ് വെച്ച് ശകലിച്ച് വേറെ സ്കാൻ ചെയ്തതിന്റെ റിപ്പോർട്ട്സിലൊക്കെ വല്ലതും ഉണ്ടോ? ഈ ഫൈബ്രോയിഡിന്റെ ഫൈബ്രോയിഡ് ഉണ്ട്. അത് പിന്നെ അത് അതിനുവേണ്ടി ഒരെണ്ണം നല്ലതായിട്ടുണ്ട്. ഇത് ചെയ്തായിരുന്നു, എന്തോ ലാബറോസ്കോപ്പി ചെയ്ത. ശരി. അപ്പൊ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസ് ആയതുകൊണ്ട് ഇത് നേരിട്ട് കണ്ട് നോക്കിയാലേ അറിയാൻ പറ്റൂ. അപ്പൊ ഒരു നല്ല ഡോക്ടറിനെ കണ്ട് തന്നെ ആയുർവേദത്തില് എന്തായാലും ഇത് ഫൈബ്രോയിഡ് ആണെങ്കിൽ ആയുർവേദത്തിൽ അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഹോമിയോ. അപ്പം എന്തായാലും ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്തായാലും അത് ശരിയായിട്ട് ചെയ്ത് പഥ്യം കൂടെ നോക്കണം എന്നുള്ളതാണ്. അപ്പൊ പഥ്യം കൂടെ നോക്കുകയാണെങ്കിൽ അസിഡിറ്റിയുടെ കൂടുതൽ. അപ്പൊ അത് കാരണം പിന്നെ ആഹാരങ്ങളൊക്കെ ക്രമീകരിച്ച് അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇപ്പൊ വണ്ണം അങ്ങ് കുറഞ്ഞു. ശരി. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് നേരിട്ട് തന്നെ ചെയ്ത് ഒരു ഡോക്ടറിന്റെ അടുത്ത് നേരിട്ട് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പം ഇനിയും കുട്ടികൾ ഉണ്ടാകുമോ? ഈ ഫൈബ്രോയിഡ് ഒരു തടസ്സമാവുമെന്ന് തോന്നുന്നില്ല. ഫൈബ്രോയിഡിന്റെ സൈസ് ഒക്കെ അറിഞ്ഞാലേ മുഴുവനായിട്ട് പറയാൻ പറ്റൂ. എന്നിരുന്നാലും ഫൈബ്രോയിഡ് എന്നുള്ള കാരണം കൊണ്ട് മാത്രം യൂട്രസിലോട്ട് വന്നിട്ടില്ല. അപ്പൊ പിന്നെ വലിയ കുഴപ്പമുണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ മാഡം, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, എന്റെ പേര് പാർവതി എന്നാണ്. കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ പഞ്ചാബിൽ നിന്നാണ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 2 വർഷം ആകാറായി. ശരി. അപ്പോൾ 1 വർഷം പിള്ളേര് വേണ്ടെന്നുള്ള രീതിയിൽ നോർമൽ ആയിട്ടുള്ള രീതിയിലായിരുന്നു ഞങ്ങള് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പം ജനുവരി തൊട്ട് പ്രഗ്നന്റ് തുടങ്ങി. പക്ഷെ ആകും ഒരാഴ്ച കഴിയുമ്പോ പിന്നെ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ് എന്തെങ്കിലും എടുത്തിരുന്നോ? ഗർഭനിരോധന ഗുളികകൾ ഒന്നുമില്ലായിരുന്നു. ടൈം നോക്കിയായിരുന്നു. ഓക്കെ. അപ്പം ഇപ്പൊ എങ്ങനെയാ? വരുന്നില്ല? ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണ്. കാരണം ഈ നമ്മുടെ കാർഡിനകത്തില്ലേ, പ്രഗ്നൻസി കാർഡ് ചെയ്ത് നോക്കുമ്പം നല്ല രീതിയിലുള്ള ലൈനാ കിട്ടുന്നത്. നേരെ ലൈൻ വരുന്നില്ലേ? 2 ലൈൻ പോസിറ്റീവ് കിട്ടുന്നുണ്ട്, പക്ഷെ കട്ടിയായിട്ടുള്ള പോസിറ്റീവ് കിട്ടത്തില്ല. എത്ര ദിവസം കഴിഞ്ഞാണ് ടെസ്റ്റ് ചെയ്തത്? ഞാനത് 28 ദിവസം കഴിഞ്ഞ് 29 ദിവസം ചെയ്തു. അതുകൊണ്ടായിരിക്കും ഒരു ഏകദേശം ഒരു 8-9 ദിവസമെങ്കിലും മെൻസസിന്റെ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ചെയ്യുമ്പോഴേ നല്ല ക്ലിയർ ആയിട്ട് പോസിറ്റീവ് കിട്ടും. ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ചെയ്തു. കഴിഞ്ഞ മാസം ഇതുപോലെ ആയപ്പോഴില്ലേ, ഞാൻ ചെയ്തപ്പം ഇതുപോലെ തന്നെ 29 ദിവസവും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് ചെയ്തു.
ചെയ്തിട്ടും എനിക്ക് അതിലും കൂടെ ഇച്ചിരിയും കൂടെ കൂടുതലേ കിട്ടുന്നുള്ളൂ. അല്ല അത് തന്നെയാണ്. അപ്പൊ ഒരു 9-10 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഭയങ്കര വയറ്റിനകത്ത് വേദനയാണ് എനിക്ക്. പ്രഗ്നന്റ് ആകുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് നമ്മള് ഫിസിക്കൽ കോണ്ടാക്ട് എടുക്കുമ്പോൾ അന്നേരം വേദനയാണ്. അതിന്റെ കാരണങ്ങൾ എന്താന്നുള്ളത് നേരിട്ട് കണ്ട് വിശകലനം ചെയ്യേണ്ടതാണ്. ഡോക്ടറെ കൊണ്ടുപോയി കൺസൾട്ട് ചെയ്തപ്പോ ഡോക്ടർ യൂട്രസിന് കംപ്ലൈന്റ് ഒന്നുമില്ല എന്നാ പറഞ്ഞത്. അല്ല അത് പല കാരണം കൊണ്ടും വരാം. ഹോർമോണൽ ആണെങ്കിലും അങ്ങനെയാണെങ്കിൽ നേരിട്ട് അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഈ അവിടെ ഒരു ഓവില് ചെറിയ നനവുണ്ടേ. ആ നനവ് ഇപ്പം പ്രഗ്നൻസിക്ക് വരുവോ ഇല്ലയോ എന്നറിയില്ല. അതോ നനയാതെ ഡ്രൈ ആയിട്ടാണോ ഇരിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. ആണല്ലേ? അപ്പൊ പേടിക്കേണ്ട ഒന്നുമില്ലല്ലോ. ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ടില്ല. ബ്ലീഡിംഗ് ആയിട്ടൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാന്നേ പറയാൻ പറ്റൂ. 9-10 ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് റിപ്പീറ്റ്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? സിബി. എവിടുന്ന് വിളിക്കുന്നു? എറണാകുളത്ത്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ. ഹലോ, ഞാൻ പ്രഗ്നന്റ് ആണ് ഡോക്ടർ. അപ്പൊ അടുത്ത മാസം ഡേറ്റ് പറഞ്ഞേക്കുന്നത്. ശരി. അപ്പൊ എന്റെ വയറിന് ഒരു ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്ന ഒരു അയവില്ലാന്ന് പറഞ്ഞു. അപ്പം ഫ്ലൂയിഡ് കുറവാണെന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും കോംപ്ലിക്കേഷനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫ്ലൂയിഡ് കുറവായിട്ട് ബ്ലഡ് വെസൽസ് ഒക്കെ ഇങ്ങനെ ഇപ്പൊ ചെല്ലില്ല. അപ്പൊ എന്തെങ്കിലും കുഞ്ഞിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവും? ഫ്ലൂയിഡ് കുറയാന്ന് പറയുമ്പോ അവര് കണക്കിനനുസരിച്ച് കുറയാണെങ്കിൽ എത്രയുണ്ട് ഫ്ലൂയിഡ് എന്നൊക്കെ നോക്കി അറിഞ്ഞാലേ പറയാൻ പറ്റൂ. കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞതാണോ? കുറവാണ്, നല്ല ഹാർഡായിട്ട് തന്നെ ഇരിക്കുകയാണെന്നാ പറയുന്നത്. വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞു. ഇപ്പൊ പറയുന്നു വെള്ളം കുടിച്ചാലും എല്ലാം ചെല്ലത്തില്ല. ഫ്ലൂയിഡ് കുറഞ്ഞ കേസസിൽ നമ്മള് ചില പേഷ്യൻസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ചില മെഡിസിൻസ് നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് വളരെ സക്സസ്ഫുൾ ആയി കണ്ടിട്ടുണ്ട്. വിതിൻ ഡേയ്സ് തന്നെ ഇംപ്രൂവ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊരു ആയുർവേദത്തിൽ അതിന് പരിഹാരമുണ്ട്. ആയുർവേദത്തിൽ ഒരു നല്ല ഡോക്ടറിനെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്താൽ മതി. അപ്പൊ കുറച്ച് ഡേയ്സ് കൊണ്ട് തന്നെ വ്യത്യാസം വന്നിട്ടാണ് കാണാറ്. 1-2 ആഴ്ച കൊണ്ട് തന്നെ ഫ്ലൂയിഡ് ഇംപ്രൂവ് ചെയ്യാറുണ്ട് കേട്ടോ. ഡേറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അതുകൊണ്ടും കുഴപ്പമില്ല, ടെൻഷനിലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, എനിക്ക് ബിപി ഉണ്ട്. അത് ശരി, ബിപി ഉണ്ട്. അപ്പൊ അതിന് മെഡിസിൻ എടുക്കുന്നുണ്ടാവും. മോഡേൺ മെഡിസിൻ എടുക്കുന്നുണ്ട്. 140-100 ആയിരുന്നു. ഇപ്പൊ 130-90. നല്ല നീരൊക്കെ ഉണ്ട്. അടുത്ത മാസമാണ് ഹാർഡ്. എന്തെങ്കിലും പ്രശ്നമല്ലോ, അതാണ് ചോദിച്ചത്. തൽക്കാലം അത് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും. ടെൻഷൻ അടിച്ചിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക എന്ന് പറയുന്നതും ബി പി കൂട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളതാണ് മാക്സിമം ചെയ്യാൻ കഴിയുന്നത്. ഡെലിവറിക്ക് അങ്ങനെ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ, ഫ്ലൂയിഡ് കുറവായത്. ഫ്ലൂയിഡ് ഞാൻ പറഞ്ഞല്ലോ, ഫ്ലൂയിഡ് കൂടാനുള്ള ചികിത്സകൾ ചെയ്യുക എത്രയും പെട്ടെന്ന്, അതാണ് വേണ്ടത് കേട്ടോ. ആയുർവേദത്തിൽ അതിൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. 1-2 ആഴ്ച കൊണ്ട് തന്നെ. ഹലോ, ഞങ്ങൾ അലോപ്പതിയാണ് ഇത്രയും നാൾ എടുത്തത്. അപ്പൊ ഇനിയിപ്പോ ആയുർവേദം അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇതനുസരിച്ച് അല്ലേ. സക്സസ്ഫുൾ ആവുമോ ഇനി? ഞാൻ 9th മന്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കേസസ്. ഞാൻ നോക്കിയത് കണ്ടിട്ടുണ്ട് ഇഫക്ട്. എന്തായാലും കൺസൾട്ട് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് തുടർന്നുള്ള ചികിത്സ എടുക്കുക. കൂട്ടുകാരിയിലേക്ക് വിളിച്ചതിന് നന്ദി. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ കോളിന് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്ന ആർത്തവ വിരാമത്തിന് മുൻപുള്ള യൂട്രൈൻ ബ്ലീഡിങ്ങിനെ കുറിച്ചാണ്, അമിത ആർത്തവത്തിനെ കുറിച്ചാണ്. ഇതിന്റെ കാരണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ആർത്തവവിരാമത്തിന് മുമ്പുള്ളത് ഈ എൻഡോമെട്രിയൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, എൻഡോമെട്രിയം കട്ടി കൂടി വരിക, ഗർഭാശയത്തിനകത്തുള്ള രക്തപാളി കട്ടി കൂടി വരിക, പിന്നെ ഫൈബ്രോയിഡുകൾ എല്ലാവരിലും അമിത ആർത്തവത്തിന് കാരണമാവാറില്ല. പക്ഷെ ചില ആൾക്കാരിൽ ഒരുപാട് ഫൈബ്രോയിഡ്സ് ഉണ്ടാവുക, ഉള്ള ഫൈബ്രോയിഡ് വളരെ വലുതാവുക, അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ബ്ലീഡിങ് കൂടുതലായിട്ട് വരാറുണ്ട്. പിന്നെ ക്യാൻസർ, റെയർ ആയിട്ട് വരുന്ന ക്യാൻസറുകളും ചില തരം പ്രത്യേകതരം സെർവിക്കൽ ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ പൊതുവെ വളരെ ചെറുപ്രായത്തിലാണ് കാണുന്നത്. ഇതിപ്പോ വയസ്സായവരിൽ കൂടുതലും എൻഡോമെട്രിയൽ ക്യാൻസർ ആണ്, എൻഡോമെട്രിയത്തിൽ വരുന്ന അർബുദം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ബ്ലീഡിങ് വരാറുണ്ട്. ഈ എൻഡോമെട്രിയൽ ക്യാൻസർ അതല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസറിന്റെ അതുമായി ബന്ധപ്പെട്ട ബ്ലീഡിങ്ങിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറയുന്നത് ഈ എൻഡോമെട്രിയൽ ഹൈപ്പോപ്ലേഷ്യ എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാതെ വിടുകയാണെങ്കിൽ നേരത്തെ നമുക്ക് കോൾസ് വന്നു, തിക്കനിങ് ഓഫ് ദ യൂട്രസ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അത് സെൽസിന് മാറ്റം വരും. സെൽസിന് വളരെ അപകടകരമായ രീതിയിൽ മാറ്റങ്ങൾ വന്ന അഡിനോ കാർസിനോമ എന്നൊക്കെ പറയും. അതായത് സെല്ലുകൾക്ക് അറ്റിപ്പിക്കൽ ചേഞ്ചസ്, സെല്ലുകളുടെ നേച്ചർ തന്നെ മാറി മാറി വന്ന് ആ സെല്ലുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് വേറൊരു സ്വഭാവം കാണിക്കും. അതിന്റെ തനതായ സ്വഭാവം മാറി വെച്ചിട്ട് അത് വേറൊരു സ്വഭാവം കാണിക്കും. അങ്ങനെയാണ് അത്
ക്യാൻസർ ആയി മാറുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിൽ പ്രത്യേകിച്ചും ആർത്തവത്തിനോടനുബന്ധിച്ച് അല്ലാതെയുള്ള രക്തസ്രാവം, ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാവുന്ന രക്തസ്രാവം അല്ലാതെ വരുന്ന ബിറ്റ്വീൻ സൈക്കിൾ, ഇപ്പൊ 2 സൈക്കിളിന് ഇടയ്ക്ക് വരുന്ന രക്തസ്രാവം, അതുപോലെ പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ്, ബന്ധപ്പെട്ടതിന് ശേഷം ഉണ്ടാവുന്ന രക്തസ്രാവം, അതൊക്കെ തീർച്ചയായും ഇതുപോലെ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതാണ്. ഡോക്ടർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? എവിടുന്ന് വിളിക്കുന്നു? സംസാരിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞു. എനിക്ക് ചേച്ചി ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ? ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഫോണിലൂടെ സംസാരിച്ചോളൂ. പിന്നെ വയറുവേദനയാണ് മെൻസസ് ആവുമ്പോ. പറഞ്ഞോളൂ. മെൻസസ് ആവുമ്പോള് നല്ല വയറുവേദന ഉണ്ടാവലുണ്ട്. ശരി, അത് മാത്രമേ ഉള്ളൂ? മെൻസസ് ഒക്കെ നോർമൽ ആണ്, എല്ലാ മാസവും കൃത്യമായി വരുന്നുണ്ട്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ചെയ്ത് നോക്കിയിട്ട് വേദന കുറയുന്നുണ്ടോ നോക്കൂ. ചുക്കും മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം കേട്ടോ, അത് കുടിച്ച് കുറയുന്നുണ്ടോ നോക്കൂ. അതൊരു വെള്ളമായിട്ട് കരുതണ്ട, അതൊരു മരുന്നായിട്ട് തന്നെ കഴിച്ചു നോക്കൂ കേട്ടോ. പിന്നെ കുറച്ച് അനങ്ങാതിരിക്കുന്ന ആളാണെങ്കിൽ കുറച്ച് എക്സസൈസും അതൊക്കെ ചെയ്യാം. ശരി, ഓക്കെ. വിളിച്ചതിന് നന്ദി. ഇപ്പോൾ നമ്മൾ സെർവൈക്കൽ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസർ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പാപ്സ്മിയർ ടെസ്റ്റ് ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ ഇരിക്കുന്ന ഒരാളാണെങ്കിലും ഒരു 25 വയസ്സ് കഴിഞ്ഞാലും ഒരു 15 വർഷത്തിന് മുൻപുള്ള ഡോക്ടർ നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ തൊടുപുഴയിൽ കലയാണ് ഡോക്ടർ വിളിക്കുന്നത്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഞാനിപ്പോ 2.5 മാസം പ്രഗ്നന്റ് ആണ്. ശരി. എനിക്ക് ഒരു 1.5 മാസം നോക്കിയപ്പോ അതിനു മുമ്പ് എനിക്ക് അബോർഷനായിട്ട് പോകണ്ട ഒരു മോനുണ്ട്. അതിന് ശേഷം ഉണ്ടായത് അബോർഷനായിട്ടുണ്ട്. അതിന് മുമ്പ് ട്യൂബിലുണ്ടായിട്ടുണ്ട്. പിന്നെ 2-3 അബോർഷൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നോക്കിയപ്പോ 1.5 മാസം നോക്കിയപ്പോ യൂട്രസിന്റെ ഉള്ളിൽ ഒന്നും കാണുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. ഇത്തവണ പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞോട് നോക്കിയപ്പോ ചെറുതായിട്ട് വളർന്നു വരുന്നുണ്ട് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു 20 ദിവസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോ പിന്നെ ഇപ്പോഴും വളർച്ച അതുപോലെ തന്നെയാണ്, കുറച്ച് കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ആകെ ഒരു ടെൻഷനാണ് എനിക്ക്. വേറെ ഇംഗ്ലീഷ് മോഡേൺ മെഡിസിൻ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? ഹോർമോൺ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഛർദി ഉണ്ടായിരുന്നു എനിക്ക്, അപ്പൊ അതിനുള്ള ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതിനും ആയുർവേദത്തില് പരിഹാരമുണ്ട് വളർച്ച ശരിയാക്കാനായിട്ട് കേട്ടോ. നല്ല മരുന്നുകളെല്ലാം ഉണ്ട്. അപ്പൊ അത് വിദഗ്ധ ഉപദേശം നേടുക എന്നേ പറയാൻ പറ്റൂ. കാരണം ഓരോരുത്തരുടെയും ശരീരവും ഒരുപാട് കാര്യങ്ങൾ അസസ് ചെയ്തതിന് ശേഷമേ ഔഷധം തീരുമാനിക്കാൻ പറ്റൂ. അതൊരു നല്ല ഡോക്ടറിനെ കാണിച്ച് നേരിട്ട് കണ്ടതിന് ശേഷം ഇതിപ്പോ സ്റ്റേബിൾ ആക്കാനും ഗർഭസ്ഥാപനം എന്ന് ആയുർവേദത്തിൽ പറയും, അതായത് അബോർഷൻ ആവാതിരിക്കാനും അതുപോലെ തന്നെ ഗർഭത്തിന്റെ നോർമൽ ആയിട്ടുള്ള പ്രോഗ്രസിനും വേണ്ടിയുള്ള മരുന്നുകൾ ആയുർവേദത്തിലുണ്ട് കേട്ടോ. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ ആർത്തവ വിരാമത്തിന് മുൻപുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ആർത്തവ വിരാമത്തിന് ശേഷം, ആർത്തവ വിരാമത്തിൽ ആ സമയത്ത് സംഭവിക്കുന്ന ഈ ബ്ലീഡിങ്ങിനെ കുറിച്ചൊന്ന് പറയാമോ? വിരാമത്തിന് ശേഷമുള്ള ബ്ലീഡിങ് കാര്യമായി തന്നെ ഒരു ഗൗനിക്കേണ്ട കാര്യമാണ്. അതെ, കാരണം നിന്നതിന് ശേഷം 1 വർഷത്തോളം കഴിയുമ്പോഴേക്കും നമ്മൾ മെനോപോസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക എന്ന് പറയുകയാണെങ്കിൽ അത് ചെറിയൊരു ശതമാനം ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതെ, ചെറിയൊരു ശതമാനമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കുള്ള ഒരു കുഴപ്പമാണ്, അതാണോന്ന് പേടിക്കും. പക്ഷെ എന്നാലും നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മെനോപോസ് കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ആദ്യമേ, അങ്ങനെ ക്യാൻസർ ആണെങ്കിൽ പോലും ഹിസ്റ്ററക്ടമി എല്ലാം ചെയ്യും. അപ്പം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ആദ്യമേ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്യാൻസർ ആണെങ്കിൽ നേരത്തെ. അതിന് എനിക്കൊന്ന് പാപ്സ്മിയർ ടെസ്റ്റ് ഒരു നല്ല മാർഗമാണ്. ചെയ്തു കഴിഞ്ഞാൽ മാറ്റം അറിയാൻ പറ്റും. എനിക്കൊന്ന് ഏറ്റവും സെർവൈക്കൽ ക്യാൻസറിനാണ് ഏറ്റവും കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. 15 വർഷത്തിന് മുമ്പ് തന്നെ അതിന് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ പോലും അറിയാവുന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 30 വയസ്സിന് ഏകദേശം 30 വയസ്സ് കഴിഞ്ഞാൽ 25 വയസ്സിന് ശേഷം അത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും തോന്നുന്നു. ടെസ്റ്റുകളെക്കാളും ഏറ്റവും പ്രധാനം, ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനം ടെസ്റ്റുകൾക്കല്ല, എങ്ങനെയൊക്കെ ജീവിത രീതികൾ മാറ്റാൻ പറ്റും, പിന്നെ എങ്ങനെയൊക്കെ ഏതൊക്കെ ഔഷധങ്ങൾ കഴിച്ച് നമുക്ക് ഇത് വരാതിരിക്കാനുള്ള ചാൻസ്. ഈവൻ വൺസ് ക്യാൻസർ ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് പിന്നെ ക്യാൻസർ ടെസ്റ്റ് നെഗറ്റീവ് ആവുകയും ചെയ്യാറുണ്ട് ആയുർവേദം ചെയ്ത ചികിത്സയിൽ കൂടെ. അപ്പൊ നമ്മൾ ഈ ആയുർവേദത്തിൽ എന്തെല്ലാം ചികിത്സയാണ് ഇങ്ങനെയുള്ള ബ്ലീഡിങ്ങിനുള്ള? ആയുർവേദത്തില് ഏറ്റവും പ്രധാനപ്പെട്ട, ആയുർവേദത്തിൽ 2 രീതിയിലുണ്ട് ചികിത്സ എന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ്
എഗെയിൻസ്റ്റ് ദ ഡിസീസ്, സെക്കൻഡ് എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ദ കോസ്. അപ്പൊ നമ്മൾ ഓരോന്ന് അസുഖത്തിനെതിരെ പ്രവർത്തിക്കുക, അതെ അതെ, മറ്റൊന്ന് അതിന്റെ കാരണത്തിനെതിരെ പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ ഓരോ കണ്ടീഷനിലും ഇതിപ്പോ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് നിർത്തേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ, നമുക്ക് ഇതിനെ കുറിച്ച് തുടർന്ന് സംസാരിക്കാൻ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? എവിടുന്നാണ്? കോട്ടയം. പേരെന്താണ്? ശാന്തമ്മ. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എനിക്കിപ്പോ 50 വയസ്സായേ. ശരി. പിന്നെ മെൻസസ് വന്നാൽ അങ്ങ് ഭയങ്കര രീതിയിലാണ് വരുന്നത്. എന്താണ് മെൻസസ് വന്നു കഴിയുമ്പോഴേ ഭയങ്കര രീതിയിലാണ് വരുന്നത്. ഞാൻ ഇതുവരെ ഡോക്ടറെ ഒന്നും കണ്ടിട്ടില്ല. ശരി. അതിനിപ്പോ എന്നാ ചെയ്യണ്ടേ? എല്ലാ മാസവും കൃത്യമായിട്ട് വരുന്നുണ്ടോ? എല്ലാ മാസവും കൃത്യമായിട്ട് വരുന്നുണ്ട്. കൂടുതൽ ദിവസം ഉണ്ടോ ബ്ലീഡിംഗ്? കൂടുതൽ ദിവസം ഉണ്ട്, ചിലപ്പോ 7 ദിവസമൊക്കെ കട്ടയായിട്ട് പോകുന്നുണ്ട്. അപ്പം അതെന്തായാലും ഡോക്ടറിനെ കാണുക തന്നെ വേണം. വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല, എന്നാലും അത് കൂടുതൽ ദിവസം മരുന്ന് കഴിക്കാതെ നിക്കുന്നുണ്ട് അല്ലേ? മരുന്ന് കഴിക്കുന്നൊന്നുമില്ല, മരുന്നൊന്നും കഴിക്കാതെ തന്നെ നിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് കുറച്ച് സൈക്കിളും കൂടെ നോക്കുക. അത് തുടർന്ന് വല്ല ഗുളിക ഉണ്ടോ നിൽക്കുന്നതിനുള്ള ചികിത്സകളെല്ലാം ആയുർവേദത്തിലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ഓരോരുത്തരുടെ ഒരുപാട് കാര്യങ്ങൾ അസസ് ചെയ്തതിന് ശേഷമാണ് മരുന്ന് തീരുമാനിക്കുന്നത്. അപ്പം അത് നേരിട്ടൊരു ഡോക്ടറിനെ കണ്ടല്ലാതെ അത് പറയാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞേ കണ്ടാ മതി അല്ലേ? അതെ അതെ അതെ. ഓക്കെ, വിളിച്ചതിന് നന്ദി. ആയുർവേദത്തിൽ ഇതിനുള്ള ചികിത്സാ രീതികളെ കുറിച്ചാണ് ഡോക്ടർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതേക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതില് പ്രധാനമായിട്ട് ഈ ഹേതു വിപരീതം, അതായത് കാരണത്തിനെതിരെയുള്ള ചികിത്സ, രോഗത്തിനെതിരെയുള്ള ചികിത്സ. ഇപ്പൊ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും അയ്യോ ബ്ലീഡിംഗ് ആണെന്ന് പറയും. അപ്പൊ എപ്പോഴാണ് ഈ ബ്ലീഡിംഗ് പ്രശ്നമാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതായത് ഹീമോഗ്ലോബിൻ ഇപ്പോൾ 7-ൽ താഴെയാണെങ്കിൽ വളരെ മാരകമായ ബ്ലീഡിംഗ് ആണെന്ന് മനസ്സിലാക്കാം. 7-നും 10-നും ഇടയ്ക്കാണെങ്കിൽ മോഡറേറ്റ് ആണ്. പിന്നെ 10-ന് കൂടുതലാണെങ്കിൽ വളരെ സാരമായതല്ല എന്നുള്ള വലിയ പ്രശ്നമുള്ളതല്ല, പേടിക്കാനൊന്നുമില്ല, മരുന്നുകൊണ്ട് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബ്ലീഡിംഗ് ആണെന്ന്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം അഡോപ്റ്റ് ചെയ്യണത് വ്യാധി വിപരീതം, അതായത് രോഗത്തിനെതിരായിട്ട് ചെയ്യുന്ന ചികിത്സയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. പ്രത്യേകിച്ചും വളരെ ദിവസങ്ങളായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവുക, പിന്നെ ഈ പറഞ്ഞ പോലെ ഹീമോഗ്ലോബിൻ 10-ലോ 9-ഓ 7-ഓ അങ്ങനെയൊക്കെ നിൽക്കുന്ന അവസ്ഥകളിൽ വളരെ പെട്ടെന്ന് നമ്മൾ ചികിത്സിച്ച് മാറ്റണം. അപ്പൊ അങ്ങനെയുള്ളതിൽ ഞങ്ങൾ യൂഷ്വലി ഹേതു വിപരീതമല്ല, കാരണത്തിനെതിരായല്ല, വ്യാധി വിപരീതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാറ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചില മരുന്നുകൾ പറയുന്നുണ്ട്. അപ്പൊ അത് കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് ബ്ലീഡിങ്, ഇപ്പൊ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെ ഒരു ഡ്രഗാണ്. അപ്പൊ അവിടെയാണ് ഈ സിംഗിൾ ഡ്രഗ് ട്രയൽസ് എന്ന് പറയും, ഓരോ ഡ്രഗ്സിൽ വെച്ചിട്ട് നടത്തുന്ന പഠനങ്ങൾ. അതെല്ലാം ടെക്സ്റ്റിൽ പറയണതാണ്, പക്ഷെ നമ്മളത് ട്രയൽസ് ആയിട്ട് ചെയ്ത് നോക്കണം. അപ്പൊ അങ്ങനെയുള്ളത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ബ്ലീഡിംഗ് നിർത്തും. പക്ഷെ അതോടെ ചികിത്സ പൂർത്തിയാവുന്നില്ല, പിന്നെ നമ്മൾ അതിന്റെ കാരണത്തിനും കൂടെ ചികിത്സ ചെയ്യാം. അതിന്റെ ബാക്കി പിന്നെ ചികിത്സ, അതെ അതെ, കാരണത്തിന് വേണ്ടിയുള്ള ചികിത്സ, അത് നിന്ന് പിറ്റേ ദിവസം തൊട്ട് കാരണത്തിന്റെ ചികിത്സയും തുടങ്ങും. വളരെ മൈൽഡ് ആയിട്ടുള്ളതാണെങ്കിൽ, വളരെ ചെറിയ തോതിലുള്ളതാണെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. ബ്ലീഡിങ്ങിന് വളരെ ഫാസ്റ്റ് ആയിട്ട് നിർത്താൻ പറ്റണ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആയുർവേദത്തിലുണ്ട്. ഒരു മരുന്ന് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം മാജിക് മരുന്നുകളൊന്നും ആയുർവേദത്തിലില്ല. എല്ലാം ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ, ഓരോന്നിനും ചികിത്സാ രീതികൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഇന്നതിന് ഇന്നത് ചെയ്യണം, അതനുസരിച്ച് നമ്മൾ മരുന്നുകൾ സെലക്ട് ചെയ്യാണ് ചെയ്യണം. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ബ്ലീഡിംഗ് നിർത്താൻ പറ്റുന്ന ചികിത്സാ രീതികൾ ആയുർവേദത്തിലുണ്ട്. ഡോക്ടറെ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ. ഹലോ, നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? അനുവാണ്. എവിടുന്ന് വിളിക്കുന്നു? സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ. പറയൂ. എനിക്ക് പീരീഡ് ആവുമ്പോഴത്തേക്ക് നല്ല ശക്തിമായ വയറുവേദനയുണ്ട്. അനുവിന് എത്ര വയസ്സാ? 22. ശരി. അപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഞാൻ പഠിക്കുമായിരുന്നു. അപ്പോഴും കുട്ടികളൊന്നും വേണ്ടെന്ന രീതിയിലായിരുന്നു. മരുന്നൊന്നും കഴിച്ചിട്ടില്ല. ഹസ്ബൻഡ് ഗൾഫിലാ. ശരി. അപ്പോഴത്തേക്ക് ശക്തമായ വയറുവേദന കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോഴത്തേക്ക് പോളി ഓവറി സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് വരുന്ന സമയം അനുസരിച്ച് മരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇപ്പോഴും അമിതമായിട്ട് ഈ രോമ വളർച്ചയുണ്ട്. അപ്പൊ അതിന് എന്തേലും? അപ്പം ഈ രോമ വളർച്ചയല്ല ഇവിടെ പ്രശ്നം, PCOD ആണ്, പോളിസിസ്റ്റിക് ഓവറി ആണ്. അപ്പൊ അതിനുള്ള ചികിത്സ തന്നെ ആയുർവേദത്തിലാണെങ്കിൽ ആയുർവേദത്തിൽ നല്ല ചികിത്സ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പോളിസിസ്റ്റിക് ഓവറി 1-2 മാസത്തേക്കകം തന്നെ പൂർണ്ണമായിട്ടും മാറും. പക്ഷെ ജീവിത രീതിയിൽ കാര്യമായ പഥ്യമെല്ലാം നോക്കേണ്ടി വരും. അതിന് റെഡി ആണെങ്കിൽ ഒരു നല്ല ആയുർവേദ ഡോക്ടറിനെ കണ്ടിട്ട് ഇതിന് പൂർണ്ണമായിട്ടുള്ള പരിഹാരം നേടുകയായിരിക്കും നല്ലത്. രോമവളർച്ച മാറത്തില്ലേ? രോമവളർച്ച ഇതുകൊണ്ട് തന്നെ ഉള്ളതാണ്. അപ്പൊ ഇത് മാറുമ്പോ നാച്ചുറലി രോമവളർച്ചയും
പൂർണ്ണമായിട്ടും മാറും. അതെ അതെ അതെ. താങ്ക് യു ഡോക്ടർ. ഓക്കെ അനു, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ ആയുർവേദത്തിന്റെ കാര്യം എടുക്കുമ്പോൾ പഥ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഈ യൂട്രൈൻ ബ്ലീഡിങ്ങിനെ സംബന്ധിച്ചുള്ള ചികിത്സാ രീതിയിൽ എത്രത്തോളം പ്രധാനമാണ് പഥ്യം സൂക്ഷിക്കുക എന്നുള്ളത്? ഈ പഥ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആയുർവേദം ചെയ്യുന്നവർക്ക് പഥ്യം എന്നല്ല. പഥ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിതകരമായ ജീവിതചര്യ എന്നാണ്. അപ്പൊ ഈ ആയുർവേദത്തിലുള്ളവർക്ക് ഒരു പഥ്യം എന്ന് പറയുന്നത് അത് കുറച്ചൊരു എന്താ പറയാ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ പറയാനുള്ള കാരണം ആകെ ആയുർവേദത്തിൽ മാത്രമേ പഥ്യത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് പ്രചരിപ്പിക്കുന്നുള്ളൂ. ബാക്കി വൈദ്യശാസ്ത്രങ്ങളിൽ എന്തുകൊണ്ടോ പഥ്യത്തിന്റെ ആ പ്രാധാന്യം അത്രയ്ക്ക് ഇല്ല എന്നാണ് എന്റെ അറിവ്. മറ്റു സിസ്റ്റത്തിൽ ഉണ്ടെങ്കിലും ആയുർവേദത്തിലാണ് അത് കൂടുതലായിട്ട് പറയുന്നത്. അതെ, പക്ഷെ പഥ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. പഥ്യം എന്നുള്ളത് കൊണ്ട് ഹിതകരമായ ജീവിതചര്യ, ഓരോരുത്തരുടെയും ശരീരത്തിനും പ്രകൃതിക്കും എല്ലാം അനുസരിച്ച് ഹിതകരമായ ആഹാരവും ഹിതകരമായ ജീവിതചര്യ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് പഥ്യം എന്ന് പറയുന്നത്. അത് അലോപ്പതി കഴിക്കുകയാണെങ്കിലും ആയുർവേദം കഴിക്കുകയാണെങ്കിലും ഹോമിയോ കഴിക്കുകയാണെങ്കിലും പഥ്യം നല്ലതാണ്. അപ്പൊ എന്തെല്ലാം പഥ്യമാണ് ഈ ഇതിനെ സംബന്ധിച്ചുള്ള മരുന്നുകൾ എടുക്കുമ്പോൾ? ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് രക്തത്തിന്റെ അമിതമായ പോക്കാണ്. അപ്പം നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ പാത്തോളജി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രോഗങ്ങൾ ഉണ്ടാവുന്നത് ത്രിദോഷങ്ങൾ, വാദം പിത്തം കഫം എന്ന് പറയുന്ന കേട്ടറിവിൽ കാണുമല്ലോ, വാദദോഷം പിത്തദോഷം കഫദോഷം. അപ്പൊ അതിലെ ഈ ത്രിദോഷങ്ങളില് വാദം എന്ന് പറയുന്നത് എല്ലാ നെർവ് സിഗ്നൽസിന്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഓവറിയൻ സെൽ ആക്സിസ്, അതിന്റെ പ്രവർത്തനത്തിനെ വാദദോഷമാണ് കൺട്രോൾ ചെയ്യുന്നത്. പിത്തം എന്ന് പറയുന്നത് എല്ലാ വിധത്തിലുള്ള മെറ്റബോളിക് ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചസ്, ബോഡിയിൽ ഒരു കാര്യം വേറൊരു കാര്യം ആവുന്ന എനർജി ഉണ്ടാവണ. നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിന് ശേഷം തിരിച്ചു വരാം. ഹലോ നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? നെയ്യാറ്റിൻകരയിൽ നിന്ന്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായേ. അപ്പൊ ഞങ്ങൾക്ക് എനിക്ക് എൻഡോമെട്രിയോസിസ്, സിസ്റ്റിക് ഫൈബ്രോയിഡ്, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ടെസ്റ്റ് ട്യൂബ് IUI ഒക്കെ ചെയ്തു, അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ നിർത്തി കുഞ്ഞിനെ എടുത്ത് വളർത്തായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് പീരീഡ്സ് ആവുന്നതിന് മുമ്പ് ഭയങ്കര നെഞ്ചുവേദനയും ദേഹം എന്നെക്കാട്ടിലും ബെസ്റ്റ് ഭയങ്കര വേദനയായിരിക്കും. അത് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ട് മെൻസസ് ആയി കഴിയുമ്പോൾ നെഞ്ചുവേദന മാറുന്നുണ്ടോ? മാറുന്നുണ്ട്. അപ്പം വലിയ പ്രശ്നമില്ല. കൂടുതലും ഈ വാട്ടർ റീടെൻഷൻ ഒക്കെ ഈസ്ട്രോജന്റെ ഒരു ഫലമായിട്ട് ശരീരത്തില് വെള്ളം, ജലാംശം നിൽക്കുന്നതുകൊണ്ടാവാം. അത് കൂടുതലും അറിയണമെങ്കിൽ നേരിട്ട് നോക്കിയാലേ അറിയാൻ പറ്റൂ കേട്ടോ. അതെ, പിന്നെ എല്ലാ മാസം കൃത്യമായിട്ടാണ് ആയിക്കൊണ്ടത്. അനീമിക് ആണെങ്കിലും വിളർച്ചയുണ്ടെങ്കിലും നെഞ്ചുവേദന വരാം. അപ്പൊ അതും ഹിമോഗ്ലോബിൻ, രക്തത്തിന്റെ അളവ്, ഹിമോഗ്ലോബിന്റെ അളവ് ഒന്ന് പരിശോധിച്ച് നോക്കണം. അങ്ങനെ എല്ലാ മാസം കൃത്യമായിട്ടാണ് ആയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ 3 മാസത്തോളമായി ഇപ്പം പീരീഡ് ആവാറില്ല. പക്ഷെ പീരീഡ്സിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ഞങ്ങൾ ഡോക്ടറെ ഒന്നും പോയി കണ്ടില്ല. അതെന്തുകൊണ്ട് നോക്കി അറിയേണ്ടത് തന്നെയാണ്. അത് വേറെ എന്തെങ്കിലും പ്രശ്നത്തിലോട്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ആവാം. ചിലപ്പോ വെറും വിളർച്ച തന്നെ ആവാം, രക്തക്കുറവ് കൊണ്ടും ആവാം. ശരി ഡോക്ടർ, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ ആയുർവേദത്തിൽ ഡോക്ടർ പറഞ്ഞു ചിട്ടയായ ജീവിത രീതി, അതാണ് പഥ്യം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില ഭക്ഷണം ഒഴിച്ചു നിർത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്ന് പറയാമോ? അപ്പോൾ മെയിനായിട്ടും എരിവ്, പുളി, ഉപ്പ്, ഈ 3 രസങ്ങൾ കൂടുതലായിട്ടുള്ള ആഹാരം കഴിക്കുന്നവർക്കാണ് ഈ പറഞ്ഞ ആർത്തവ ക്രമക്കേടുകൾ മുഴുവൻ കാണുന്നത്. ഞാനിപ്പോൾ എൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ടെക്സ്റ്റിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോ സ്റ്റഡി നടത്തുമ്പോൾ അത് നേരിട്ട് അനുഭവമായി. കാരണം ഏറ്റവും കൂടുതൽ ഈ ഉപ്പ്, പുളി, എരിവ് കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്കാണ്. അതായത് അച്ചാറുകൾ, തൈര്, ഒരു പരിധി വരെ ഈ രസങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ സാമ്പാറിലുള്ള പുളി അത് നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ അത് കൂടാതെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം ഉപ്പ്, പുളി, എരിവ്, അച്ചാറുകള്, ചമ്മന്തിപ്പൊടി, പിന്നെ അതുപോലെ ഈ ലേസ്, കുർക്കുറെ, ഫാസ്റ്റ് ഫുഡ്, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ അമിതമായ ഉപ്പ്, പുളി, എരിവ്, ഇത് 3 ഉള്ള രസങ്ങൾ ഉപയോഗിക്കുന്നവരിലാണ് ഇത് ബ്ലീഡിങ് കൂടുതലായിട്ട്. അത് ബ്ലീഡിങ് മാത്രമല്ല, ബ്ലീഡിങ്ങിന്റെ കാരണങ്ങൾ ഈ സിസ്റ്റിക് ചേഞ്ചസ്, അതായത് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ്, നീർക്കെട്ടുണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം ഈ രസങ്ങളാണ്. അപ്പൊ ഈ രസങ്ങളുടെ ഉപയോഗം വളരെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും ഒരളവ് വരെ. പിന്നെ വേറെ തൈര്, പാല്, പാലിന്റെ ഉൽപ്പന്നങ്ങൾ, പ്രധാനമായിട്ട് ഈ അഡോളസെന്റ് ഏജിലെല്ലാം അമ്മമാര് കുട്ടികൾക്ക് നിറയെ പാല് കൊടുത്ത് പോഷിപ്പിക്കാന്ന് വിചാരിച്ച്. അപ്പൊ അങ്ങനെ പാല് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നീർക്കെട്ടും എല്ലാം ഉണ്ടാവാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. പക്ഷേ കാൽഷ്യം അല്ലെങ്കിൽ മറ്റുള്ള പാലിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം ഈ ഡോക്ടർ. നമുക്ക് തിരിച്ചു വരാം. പാലിന്റെ കാര്യത്തെ കുറിച്ച് പറയാൻ നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് മായ. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ തിരുവനന്തപുരത്തുനിന്നാണ്. സംസാരിച്ചോളൂ ഡോക്ടറോട്.
ഡോക്ടർ പറയൂ കേക്കാം. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷം ആവുന്നു. ശരി. കുട്ടികളില്ല. ഹസ്ബൻഡ് ഗൾഫിലാണ്. അവിടെ എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അത് ലാപ്രോസ്കോപ്പി വഴി ലാപ്രോസ്കോപ്പി കഴിഞ്ഞു. ശരി. പിന്നെ ഇപ്പൊ ഹസ്ബൻഡ് നാട്ടിൽ വരാറായി. പക്ഷെ എനിക്ക് 35 ദിവസം കൂടുമ്പോഴാണ് എനിക്ക് മെൻസസ് ആകുന്നത്. അത് ശരി. ഓക്കെ. അപ്പൊ അയണിന്റെ ഗുളിക ഡോക്ടറെ കണ്ട് അയണിന്റെ ഗുളിക കഴിച്ചപ്പോ എനിക്ക് കറക്റ്റ് 27 പ്രശ്നമില്ല. ഇല്ല. ഹസ്ബൻഡ് വന്നാലും അത് കഴിക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഉണ്ടോ? അയൺ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ആയുർവേദമാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല. അപ്പൊ അത് തന്ന ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യണം കേട്ടോ. ഓക്കെ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്ക് വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് രാഖി. എവിടെ നിന്ന് വിളിക്കുന്നു രാഖി? കായംകുളത്തുനിന്ന്. സംസാരിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞു. എനിക്ക് പീരീഡ് ആകുമ്പോ ഭയങ്കര വയറുവേദനയാണ്. ശരി. എത്ര വയസ്സ് രാഖി? 20 വയസ്സായി. കല്യാണം കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞ്. ഓക്കെ. വേറെ ഇപ്പൊ തുടങ്ങിയതാണോ വയറുവേദന അതോ മുമ്പുണ്ടായിരുന്നു? മുമ്പുണ്ട്. ബ്ലീഡിങ് നേരെ ഉണ്ടോ അതോ കുറവാണോ? ശരി. അപ്പൊ ഈ ചുക്കുമല്ലിയും വെള്ളം തന്നെ കുടിച്ചു നോക്കൂ. പിന്നെ എന്നും ചുക്കുമല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ കുടിക്കുക. പിന്നെ കുറച്ച് വ്യായാമം ഒക്കെ ചെയ്യുക. നടത്തം, വേറെ കുറച്ച് വ്യായാമങ്ങൾ, എന്തെങ്കിലും കളികളോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറയുന്നുണ്ടോ നോക്കൂ. ഇല്ലെങ്കിൽ ഔഷധം ആവശ്യമായിട്ട് വരും. ഓക്കെ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമ്മളെ കോളിന് മുമ്പ് പാല് കുടിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡോക്ടർ, അതിനു മുമ്പ് നമുക്ക് വീണ്ടും ഒരു കോളുണ്ട്. ഹലോ. നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പത്മകുമാരിയാണ്. സംസാരിച്ചോളൂ ആന്റി ഡോക്ടറോട്. എനിക്ക് 58 വയസ്സായി. ഇതുവരെ ആർത്തവം നിന്നില്ല. അത് ശരി. എല്ലാ മാസവും കൃത്യമായിട്ട് വരുന്നുണ്ടോ? എല്ലാ മാസവും വരുന്നില്ല. ഇപ്പം 17 മാസം ആവാതിരുന്നാണ്. ശരി. അപ്പൊ ഇപ്പൊ 17 മാസമായിട്ടില്ല. ഇല്ലാതിരുന്ന ഇപ്പൊ വീണ്ടും ആയിരുന്നു വന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഒരു എന്താ സേഫ് ആവാൻ വേണ്ടിയിട്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നൊന്ന് ഉറപ്പുവരുത്താനായിട്ട് ഒരു സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ്. വേറെ ചികിത്സയായിട്ട് വേണോന്നുള്ളത് പിന്നീടേ തീരുമാനിക്കാൻ പറ്റും. എന്തായാലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. 17 മാസം കഴിഞ്ഞ് വന്നതായതുകൊണ്ട് കേട്ടോ. കഴിഞ്ഞ ജാനുവരിയിൽ സ്കാൻ ചെയ്തിരുന്നു. ശരി. അപ്പൊ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പ്രശ്നം? ഇല്ലായിരുന്നു. ഓക്കെ ആന്റി. കൂട്ടുകാരിയിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമ്മൾ വീണ്ടും പാലിലേക്ക് തന്നെ മടങ്ങി പോവാണ്. ആയുർവേദത്തില് ഈ പാലിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ദ്രവ്യം നെയ്യാണ്. ശുദ്ധമായിട്ടുള്ള ഘൃതം, പശുവിന്റെ നെയ്യാണ്. അപ്പൊ അതെന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ്, മെഡിക്കേറ്റഡും ഉണ്ട്, നോൺ മെഡിക്കേറ്റഡും ഉണ്ട്. മെഡിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ ഔഷധങ്ങളിട്ട് സംസ്കരിച്ചത്. അതല്ലാത്തതെന്ന് പറയുമ്പോൾ നോൺ മെഡിക്കേറ്റഡ്, നമ്മൾ വീട്ടിലുണ്ടാക്കണ നല്ല നെയ്യ്. അപ്പൊ ഈ നെയ്യിന്റെ പ്രോപ്പർട്ടീസ് വെച്ച് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപജയം എന്ന് വെച്ചാൽ ആനബോളിക് ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ പൊണ്ണത്തടി ഉണ്ടാക്കും എന്നല്ല, നമുക്ക് വേണ്ട രീതിയിലുള്ള മസ്തിഷ്ക വളർച്ചയ്ക്കും അതുപോലെ തന്നെ ശരീര വളർച്ചയ്ക്കും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ആയുർവേദത്തിൽ പറയുന്നത് നെയ്യാണ്. പക്ഷെ ഈ നെയ്യും എന്നും കൊടുക്കാൻ പറ്റില്ല. ചില കണ്ടീഷൻസ്, അതായത് ബോഡിയിൽ ഈ പറഞ്ഞ പോലെ നീർക്കെട്ടുള്ള കണ്ടീഷൻ, ജലദോഷം, ഇൻഫെക്ഷൻസ്, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഒഴിച്ചു നിർത്തിയ ബാക്കി എല്ലാ ദിവസവും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒരു എത്ര അളവില് നെയ്യ് കഴിക്കാൻ പറ്റും? എത്ര അളവ് എന്നുള്ളത് ഓരോരുത്തരുടെ വിശപ്പ് അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. അതെ. ഇപ്പൊ ഓരോരുത്തർക്ക് ഒരു ആഹാരം കഴിച്ച് ദഹിക്കാനായിട്ട് എത്ര സമയം എടുക്കുന്നു. അപ്പൊ ഈ നെയ്യ് തന്നെ വണ്ണം വെക്കില്ലേ എന്നൊരു ക്വസ്റ്റ്യനും കൂടെ വരാം. അപ്പൊ അങ്ങനെ അല്ലാതെ മെഡിക്കേറ്റഡ് ഘൃതങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ ചില രോഗാവസ്ഥകളിൽ കൊടുക്കുന്ന, ഇപ്പൊ കൊളസ്ട്രോളിന് ഞങ്ങള് ഗുഗുലുതിക്ത ഘൃതം കൊടുക്കുന്നുണ്ട്. അത് വണ്ണം കുറയ്ക്കുന്ന നെയ്യാണ്. വണ്ണം കുറയ്ക്കും, കൊളസ്ട്രോൾ കുറയ്ക്കും. അപ്പൊ എല്ലാ നെയ്യും വണ്ണം വെപ്പിക്കണമെന്നല്ല. അപ്പൊ അത് നോക്കിയിട്ട് ഓരോ കണ്ടീഷൻ അനുസരിച്ചാണ് ചെയ്യുന്നത്. ഡോക്ടർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ. ശ്രുതി. എവിടുന്ന് വിളിക്കുന്നു? ചെന്നൈ. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ ആയുർവേദത്തിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ? ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഓതന്റിക് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ആയുർവേദത്തിലാണ്. ശ്രുതി കോളിംഗ് ഫ്രം ചെന്നൈ. ഓക്കെ. എനിക്ക് 42 വയസ്സായി. ഓക്കെ. എനിക്ക് പീരിയഡ്സ് റെഗുലർ ആകുന്നില്ല. സ്കാൻ ഒക്കെ ചെയ്തു, എവറിത്തിങ് ഈസ് നോർമൽ.
So what might be the reason? Can you please tell me? അത് ഇപ്പം റീസൺ കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ വേറെ സ്കാനില് നോർമൽ ആണ് കാണുന്നത്. വേറെ ടെസ്റ്റ് ഇപ്പൊ ക്ലിയർ അല്ല, റെഗുലർ അല്ല എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? എല്ലാ മാസവും ഇല്ല. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് 2-3 മാസം കൂടുമ്പോ വരും. ആക്ച്വലി ഐ ഹാഡ് തൈറോയിഡ്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് റീസൺ. ഇല്ല, തൈറോയിഡിന് മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് റെഗുലർ. എന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ 2 മാസമായിട്ട് എനിക്ക് ആകുന്നില്ല. അതെന്താണെന്നുള്ളത് നേരിട്ട് നോക്കിയാലേ അറിയാൻ പറ്റൂ കേട്ടോ. ഹൈപ്പോതൈറോയിഡിസം ഉള്ള കണ്ടീഷൻ, തൈറോയിഡ് ഇംബാലൻസ്, തൈറോയിഡ് ഹോർമോൺ ഇംബാലൻസ് ഉള്ള കണ്ടീഷൻ. ഇല്ല ഡോക്ടർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. തൈറോയിഡിന്റെ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞു, ഇറ്റ് വാസ് റെഗുലർ. സ്റ്റിൽ ഐ ആം കണ്ടിന്യൂയിങ് മെഡിസിൻ. ഓക്കെ, ഇപ്പൊ ടെസ്റ്റ് ചെയ്തിരുന്നോ? TSH ഇപ്പൊ ടെസ്റ്റ് ചെയ്തു, കഴിഞ്ഞ ആഴ്ചയിലും ടെസ്റ്റ് ചെയ്തു. എവറിത്തിങ് ഇസ് നോർമൽ. ബട്ട് ഇത് മെനോപാസിന് അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ടു ദാറ്റ്? അതിപ്പം ഇങ്ങനെ അറിയാൻ പറ്റില്ല, കുറച്ച് വിവരങ്ങൾ വെച്ച് അത് അറിയാൻ പറ്റില്ല കേട്ടോ. സോറി. അപ്പൊ അത് നേരിട്ട് അറിഞ്ഞാലേ, നേരിട്ട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താലേ അറിയാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് സമയത്തിന്റെ പരിമിതിയുണ്ട്. എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കൺസൾട്ട് ചെയ്യാൻ തോന്നുന്നു. എന്തായാലും കൂട്ടുകാരിയിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അനീതയാണ്, ആസാമെന്ന്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. എനിക്ക് പറയാനുള്ളത്, എനിക്കിപ്പോ ഞാൻ 2 കുട്ടികളായിരിക്കേ. ശരി. അപ്പൊ മൂത്ത മോന് 5 വയസ്സായി, രണ്ടാമത്തെ കുട്ടി മോള് 10 മാസമായി. അപ്പൊ ആ കുട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഇതുവരെ മെൻസസ് തുടങ്ങിയിട്ടില്ല. ശരി. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ എന്താ വല്ല പ്രോബ്ലം ഉണ്ടോ? ഇപ്പൊ 10 മാസല്ലേ കുട്ടിക്ക്? 10 മാസല്ലേ? ഫീഡ് ചെയ്യുന്നില്ലേ? പാല് കൊടുക്കുന്നില്ലേ? അപ്പൊ ചിലപ്പോ ഫീഡിങ് ഉണ്ടാവുമ്പോ ചില 1 വർഷം വരെ ചിലവർക്ക് ഡിലേ വരാറുണ്ട്. അതിൽ ടെൻഷൻ അടിക്കാനൊന്നുമില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ മെൻസസ് ആവാനുള്ള ചാൻസ് ചിലപ്പോ എനിക്ക് തോന്നാൻ ഭയങ്കര ഇച്ചിങ് ഉണ്ടാവലുണ്ട്. അപ്പൊ പിന്നെ എനിക്കൊരു ഡൗട്ട്, ഇനി വല്ല ഇൻഫെക്ഷൻ ആണോ, ഞാൻ മെൻസസ് ആവാനുള്ളതാണോ എന്നതാണ്. മെൻസസ് ആവാനുള്ളതിന് മുന്നോടിയായിട്ട് ഇച്ചിങ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇച്ചിങ് ഉണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ ആവാനാണ് ചാൻസ്. എന്തായാലും അതെ, ആവാതിരിക്കുന്നതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇച്ചിങ്ങിന്റെ കാരണം എന്താന്ന് നോക്കണം, എന്നിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇപ്പൊ ഡോക്ടർ, പിന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്ന ഒരു കാര്യമാണ് ഈ ഒറ്റമൂലി അല്ലെങ്കിൽ നാട്ടുവൈദ്യം എന്നൊക്കെ പറഞ്ഞിട്ട്. പലരും ഇതിനെ ആയുർവേദ ചികിത്സാ രീതിയായിട്ടാണ് ഇതിനെ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ ഒത്തിരി ലോങ് ടേമിൽ ഈ ഒറ്റമൂലി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചികിത്സ ഉപയോഗിച്ചിട്ട് ഫലം കാണാതെ മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഇതൊരു വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഈ ഒറ്റമൂലികളെ കൊണ്ട് ഇപ്പൊ ആയുർവേദ ഡോക്ടേഴ്സ് ആണ് പൊറുതി മുട്ടിയിരിക്കുന്നതെന്ന് പറയാം. കാരണം എല്ലാവരും നിങ്ങൾ ആയുർവേദം ചെയ്തു ഡോക്ടറെ എന്ന് പറയും. എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഒറ്റമൂലിയാണ് പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് ഒരു ഒറ്റമൂലി ചികിത്സയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. തീർച്ചയായും ആയുർവേദത്തിൽ ഒരു സയന്റിഫിക് പ്രോട്ടോകോൾ തന്നെ, അതായത് മോഡേൺ മെഡിസിനിൽ പറയുന്ന അതേ രീതിയിലുള്ള ഒരു സയന്റിഫിക് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ തന്നെ ആയുർവേദത്തിൽ ഓരോ രോഗങ്ങൾക്കും ഉണ്ട്. അതാണ് നമ്മൾ ഈ 5.5 വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4.5 വർഷവും പിന്നെ 1 വർഷം. ഡോക്ടർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം തിരിച്ചു വരാം. ഹലോ 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 നമസ്കാരം, കൂട്ടുകാരിയിലേക്ക് സ്വാഗതം. ആരാണ്? സംസാരിച്ചോളൂ ഡോക്ടറോട്. പറയൂ. ഹലോ ഡോക്ടർ, എനിക്ക് 39 വയസ്സായി. എനിക്ക് ഇത് പീരീഡ് ആവുന്നത് ഇപ്പൊ നേരത്തെ 10-22 ദിവസം ആകുമ്പോഴത്തേക്ക് ആവുകയും ചെയ്യും. 5 ദിവസം വരെ ബ്ലീഡിങ് ഉണ്ട്. ഓ ശരി. 5 ദിവസം വരെ ബ്ലീഡിങ് കുഴപ്പമില്ല. 22 ദിവസം കൂടുമ്പോ വരുന്നുണ്ടോ? 22-23 ദിവസം. അത് ഡോക്ടർ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഇത് സ്കാൻ ചെയ്തപ്പോഴേ ചെറിയ 2 സിസ്റ്റ് ഉണ്ട്, യൂട്രസിനകത്ത് ചരിവുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഡോക്ടറിന് കുഴപ്പമില്ല. അത് ആ സിസ്റ്റിനുള്ള ട്രീറ്റ്മെന്റ് എന്തായാലും ചെയ്യാം. പിന്നെ അതിന് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിനും ട്രീറ്റ് ചെയ്യാം. മെപ്രറ്റ് എന്ന് പറഞ്ഞ ഗുളിക 2 മാസം കഴിച്ചായിരുന്നു. ശരി. പിന്നെ രജിസ്ട്രോൺ എന്ന് പറഞ്ഞ 1 മാസം കഴിച്ചായിരുന്നു. ശരി. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ് എക്സർസൈസ് ഒക്കെ പറഞ്ഞു തന്ന് അതൊക്കെ ചെയ്ത്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ആ രീതിയിലുള്ള ജീവിതചര്യയും കൂടെ അതില് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കേട്ടായിരുന്നു ഡോക്ടർ, ചുക്കും മല്ലിയും ഇട്ട് വെള്ളം കുടിക്കണം. അല്ല, ഈ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് നീർക്കെട്ടുണ്ടെങ്കിൽ ചുക്കും ഞെരിഞ്ഞിലുമാണ് കുറച്ചുകൂടെ നല്ലത്. ചുക്കും ഞെരിഞ്ഞിൽ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, മുള്ളായിട്ട്. അത് രണ്ടും, അത് ഈ നീർക്കെട്ടിനെ പെട്ടെന്ന് കുറയ്ക്കുന്നതാണ്. അപ്പൊ അത് അതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും.
വേറെ ആയുർവേദത്തിൽ മരുന്ന് ആളെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഫോണിൽ കൂടെ തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ നേരിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് മരുന്ന് നിശ്ചയിക്കാൻ കഴിയുക. എന്തായാലും കൂട്ടുകാരിയിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ആയുർവേദിക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് രോഗിയിൽ ഈ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഈ മരുന്നിന്റെ ഫലം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇത്തരം അസുഖങ്ങൾക്ക്? ഇപ്പം നമ്മൾ മരുന്നിന്റെ ഫലത്തിന്റെ ഒപ്പം തന്നെ നമ്മളിപ്പോൾ അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇന്റേണൽ എൻവയൺമെന്റ് ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുക, ഒരു സാഹചര്യം ശരീരത്തിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് രോഗം മാറ്റണം, ഉണ്ടാക്കിയെടുത്തിട്ടാണ് രോഗം മാറ്റണം. അപ്പം ഇപ്പം ഏത് രോഗമാണെങ്കിലും ശരി, അതിന് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ഒന്നെങ്കിൽ എൻസൈം എറർ ആയിരിക്കാം, അല്ലെങ്കിൽ മെറ്റബോളിസം ഇമ്പയർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഉപജയം നടക്കാതിരിക്കുന്നതാവാം, ഏതെങ്കിലും ഒരു കാരണം വരുമല്ലോ. ഇപ്പോൾ സിഗ്നൽ നെർവസ് ഇതായിരിക്കാം, അതല്ലെങ്കിൽ മെറ്റബോളിക് ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചസിൽ വരുന്ന അബ്നോർമാലിറ്റി ആയിരിക്കും, എൻസൈം പോലെയുള്ള സാധനങ്ങളുടെ. അതല്ലെങ്കിൽ ഉപജയം നേരെ നടക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ അപജയം ഡിസ്ട്രക്റ്റീവ് പ്രോസസ് കൂടുതലായി വരുന്നതായിട്ട്. അപ്പൊ അതെന്താണ് കൂടുതലായിട്ട് നടക്കുകയാണ്, കോശങ്ങൾ കൂടുതലായി നശിക്കുക, അങ്ങനെ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഉണ്ടാവാതിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ കാരണം നോക്കിയാണ് ചികിത്സിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ജീവിത രീതിയിലും അതുപോലെ ഔഷധവും അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഔഷധവും കൊടുത്തിട്ടാണ് ശരിയാക്കുന്നത്. ഒരിക്കലും സപ്രഷൻ അല്ല ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റ്, എല്ലാം നോർമലൈസ് ചെയ്യലാണ്. അതെ, നോർമലൈസ് ചെയ്യുക, അതായത് ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തില് രോഗശമനം എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമാണ്. പിന്നെ ഒരിക്കലും അത് തിരിച്ചു വരാനുള്ള സാധ്യത പഥ്യം നോക്കുന്ന ഒരാളിൽ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ അമിത ആർത്തവത്തിന് വളരെ നല്ല ഒരു ചികിത്സാ പദ്ധതി ആയുർവേദത്തിലുണ്ട്. പക്ഷെ അതിന്റെ പ്രയോജനം പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ ഒരിക്കലും ഈ കേട്ടറിവിൽ നിന്നും ഓരോ ഒറ്റമൂലികൾ എടുത്ത് പ്രയോഗിക്കാതിരിക്കുക. ഈ ഒറ്റമൂലികൾ എന്ന് പറയുന്നത് ആയുർവേദ ചികിത്സയിൽ നിന്നും എൻറ്റയർലി വ്യത്യസ്തമാണ്. ആയുർവേദ ചികിത്സ ഒരു ബേസിസ് ഉള്ള സയന്റിഫിക് ബേസിസ് ഉള്ള ചികിത്സയാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് തന്നെ ചികിത്സ നേടുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ജീവിതചര്യകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഈ ചികിത്സയിൽ വളരെ പ്രധാനമാണ്. ഇപ്പം ഒരു മരുന്ന് സപ്രസ് ചെയ്യല്ല നമ്മൾ ചെയ്യണം. നമ്മൾ ഒരിക്കലും ഒരു ഹോർമോൺ കൊടുത്ത് സപ്രസ് ചെയ്യുക, തൽക്കാലം ഒന്ന് അടിച്ചമർത്തി നിർത്തുന്ന ചികിത്സയല്ല നമ്മുടെ. അപ്പോൾ അത് നോർമൽ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജീവിത രീതികൾ, അതായത് ഹിതമായിട്ടുള്ള ആഹാരം, ഡോക്ടർ ഉപദേശിക്കുന്ന രീതിയിലുള്ള ആഹാരവും അതുപോലെ തന്നെ പഥ്യമായിട്ടുള്ള ജീവിതചര്യകളും അത് മസ്റ്റായിട്ടും ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ബ്ലീഡിങ്ങിൽ ഒരു 90% ബ്ലീഡിങ്ങും നല്ല രീതിയിൽ സുഖപ്പെടുത്താം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ അമിത ആർത്തവത്തെക്കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പറഞ്ഞു തന്നതിനും ഇവിടെ വന്നതിനും ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്കൊപ്പം ചെലവഴിച്ചതിനും നന്ദി. കൂട്ടുകാരി വീണ്ടും നാളെ. നന്ദി.